നമസ്കാരം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന വിഷയം. വന്ധ്യതയുടെ കാരണങ്ങളും അതിൻ്റെ ചികിത്സ രീതികളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സ്വീറ്റിയാണ്. തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുനർജനി ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ. നമുക്ക് ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഫോണിൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ലൈവായി തന്നെ ഡോക്ടറോട് ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ ഡോക്ടറിനോട് ചോദിച്ചറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ടോപ്പിക്കിലേക്കും ചോദ്യങ്ങളിലേക്കും ഒക്കെ കടക്കാം. ഡോക്ടർ, ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്നുള്ളത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഡോക്ടർ. സോ എപ്പോഴാണ് ഇപ്പോൾ ഒരു 2 കപ്പിൾസിൻ്റെ ഇടയിൽ എപ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ പറ്റും എന്ന് വെച്ചാൽ, പഴയ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് 1 വർഷത്തോളം ഒരുമിച്ച് താമസിക്കുകയും നോർമലി സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവുകയും അങ്ങനെ 1 ഇയർ വിതൗട്ട് ബ്രേക്ക് ഒരുമിച്ച് തന്നെ താമസിക്കുന്ന ഒരു കപ്പിൾ, അവർക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ പിന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് ഉള്ള ഇഷ്യൂവിലേക്ക് അത് മാറുന്നു. അവർ ട്രൈ ചെയ്തിട്ടും ആകുന്നില്ല. അപ്പോൾ അങ്ങനെ 1 ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ കൂടുതൽ ഈ IVF ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ, ഞാനന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ ഷോപ്സിൽ പോലത്തെ ഇരിക്കുന്നതിൽ പോലും ഇപ്പോൾ IVF നടക്കുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് നോർത്ത് ഓഫ് കേരള കുറച്ച് കൂടുതൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ. അത് ഒരു ബിഗ് ബിസിനസ് റാക്കറ്റ് പോലെ ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. കാരണം ഡോണേഴ്സ് ഉണ്ട് അതിൽ, സെമൻ ഡൊണേറ്റ് ചെയ്യുന്നവർ, ഒരു ഏജൻസ് അങ്ങനെയുണ്ട്. സോ ഇറ്റ്സ് ബിക്കം എ ബിഗ് ബിസിനസ് ലൈക്ക് എന്ന് വെച്ചാൽ കമ്മീഷൻ ഏജൻറ്റ്സ് ഫോർ സ്പേം ഡോണേഴ്സ്. നല്ല കുറേ പേരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുത്ത് സ്പേംസ് എടുത്ത് വയ്ക്കുക. ഇപ്പം സ്പേം ഡോണേഴ്സിനെ വെച്ച് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊരു സ്പേം ബാങ്ക്. പിന്നെ ഇതെങ്ങനെ ഒരു ബിസിനസ്സായി മാറണമെന്ന് വെച്ചാൽ എങ്ങനെയാണ്. പിന്നെ സറോഗസി, അത് ഇടയ്ക്ക് ഒരു വലിയ റാക്കറ്റായിരുന്നു കേരളത്തിൽ തന്നെ. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചിലപ്പോൾ എല്ലാ അസുഖങ്ങളും ഒന്നും ശരിക്ക് ചെക്ക് ചെയ്യാതെ തന്നെ സറഗേറ്റ് മദർ, അപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിന് ധരിക്കാനുള്ള ശേഷിയില്ല, പക്ഷേ എഗ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ എഗ്ഗിനെ IVF എന്ന് പറയുന്നത് അതാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വെച്ചാൽ എന്താ, ഒരു അമ്മയുടെ എഗ്ഗിനെ എടുക്കുക, അമ്മയല്ല ഒരു സ്ത്രീയുടെ എഗ്ഗിനെ എടുക്കുക, അത് എഗ്ഗ് കൂടാനുള്ള ഓവുലേഷൻ ഇൻഡക്ഷൻ കൊടുക്കുക, അതിനെ കുറച്ച് എഗ്സ് എടുക്കുക, ആണുങ്ങളുടെ കയ്യിൽ നിന്ന് സെമൻ എടുത്തിട്ട് അതിൽ നിന്ന് നല്ല സ്പേംസ് ഇതുമായിട്ട് വാഷ് ചെയ്ത് നല്ല സ്പേംസ് എടുത്തിട്ട് രണ്ടിനെയും കൂടെ ഒരുമിക്കാനായിട്ട് സമ്മതിക്കുക, അതിനുള്ള ടെമ്പറേച്ചർ കൊടുക്കുക, എല്ലാം ചെയ്യുക. ട്യൂബിനകത്ത് നടക്കേണ്ട കാര്യം നമ്മൾ വെളിയിൽ ഒരു ട്യൂബിനകത്ത് അനുഭവം ശരിയാണ്. ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത് നോർമൽ ഫെലോപ്പിയൻ ട്യൂബ് ബേബി അല്ല, ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വെച്ചാൽ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ആ കാര്യങ്ങൾ നടക്കുന്നു. അതിന് മെഷീൻസ് തന്നെ 1-2 കോടിയോളം വരുന്ന അത്രയും നല്ല മെഷീൻസ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ഫെർട്ടിലൈസായി ഒരു ശരിക്കുള്ള എംബ്രിയോ, അതായത് കുട്ടിയുടെ തുടക്കം, ആ ഒരു ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള തുടക്കത്തിന് എംബ്രിയോ ഭ്രൂണം എന്നൊക്കെ പറയും. സോ ദാറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ബിസിനസ് ലൈക്ക് റാക്കറ്റാണ്. കുട്ടി ഉണ്ടായില്ലേ ഉടനെ IVF, അതെ, അല്ലെങ്കിൽ ഇത് സംടൈംസ് പേഷ്യൻസ് തന്നെ ഇങ്ങോട്ട് നിർബന്ധിക്കുന്നുണ്ട്. ഐ വാസ് ഡൂയിങ്, നൗ ഐ എം നോട്ട് ഡൂയിങ്. സോ അപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാരണം ഇപ്പോൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഈ 1 വർഷത്തിനകത്ത് കുട്ടിയുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റൊക്കെ ഇപ്പോൾ പോയി. കാരണം ഇപ്പോൾ ഒരു 6 മാസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കണം എന്നാണ്. കാരണം ഇന്നിപ്പോൾ ഇവിടുത്തെ ജീവിത രീതി, ഭക്ഷണ രീതി,
കുട്ടികളുടെ പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും നമ്മുടെ പൊതുവേ കേരളത്തിലെ ഭക്ഷണ രീതി ഇപ്പം നല്ലൊരു ഹെൽത്തി ഭക്ഷണ രീതി അല്ല. അത് അറിയാമല്ലോ, ജങ്ക് ഫുഡ്സ് കൂടുതൽ കുട്ടികൾ വെളിയിൽ പോയി പഠിക്കാനും ഇതൊക്കെ തുടങ്ങിയ ശേഷം കുറച്ചും കൂടെ വെസ്റ്റേണൈസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. വെസ്റ്റേൺ ആളുകൾക്ക് അതൊരു പ്രോബ്ലം വരില്ല. അവർക്ക് വന്നിട്ട് ഒരു കല്യാണം കഴിക്കണം, ഒരു കുട്ടി ഉണ്ടാവണം എന്നുള്ളതൊന്നും ഒരു മസ്റ്റല്ല. ദേ ഡോണ്ട് ഹാവ് ദിസ് ഫാമിലി കൾച്ചർ. യൂറോപ്പായാലും US ആയാലും ദേ ഡോണ്ട് ഹാവ് എ ബേസിക് ഫാമിലി കൾച്ചറില്ല. നിർബന്ധപൂർവ്വം നമ്മളെപ്പോലെ ഒരു കല്യാണം, 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി, പിന്നെ ജോബ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക, അങ്ങനത്തെ ഉള്ള മൾട്ടി ടാസ്കിങ് പരിപാടിയൊന്നും അവർക്ക് ആവശ്യമേ ഇല്ല. വെരി ഫ്യൂ ഗെറ്റ് മാരിഡ് ആൻഡ് സോ അവർക്ക് ഈ ഭക്ഷണങ്ങൾ കാരണം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മാക്സിമം പോയി അവർക്ക് ഈ ചില ക്യാൻസേഴ്സ് അതൊക്കെയാണ് ഇവരുടെ പ്രോബ്ലംസ്. ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് അവർക്ക് പ്രശ്നമില്ല. ബട്ട് ദേ ആർ നോട്ട് ബോതർഡ് ട്രൈ ചെയ്യുമോ അങ്ങനത്തെ ഒരു റെഗുലർ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ലീഗൽ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് അവിടെ വളരെ കുറവാണ്. യു നോ ഹൗ യൂറോപ്പ് ഇസ്, ഹൗ US is more worse ആ ഒരു കാര്യത്തിൽ. ലിവിങ് ടുഗദർ, പിന്നെ പിരിഞ്ഞു പോയി. സോ അവിടെ കുട്ടി എന്നൊരു കാര്യം വരുന്നില്ല. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇൻഫാക്ട് കേരളത്തിൽ കുറച്ച് കൂടുതൽ ഈ ഇൻഫെർട്ടിലിറ്റി കൂടാൻ കാരണം ഈ ജങ്ക് ഫുഡ്സ് കൂടുതൽ. പിന്നെ വി യൂസ് മൈദ അലോട്ട്. ഈ മൈദയിലുള്ള ബറോട്ട എന്ന് പറഞ്ഞ സാധനം വളരെ, കേരള ബറോട്ട എന്ന് തന്നെ അതിന് വെളിയിലുള്ളത് സ്റ്റേറ്റ്സിലൊക്കെ വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് മൈദ ആൻഡ് വൈറ്റ് കളർ. മറ്റുള്ളവരുടെയും ബറോട്ട എന്ന് പറഞ്ഞാൽ മറ്റേ വീറ്റും ഉണ്ട്. പഞ്ചാബിലൊക്കെ പോയി നമ്മൾ ഇപ്പോൾ ബറോട്ട അല്ല പറാത്ത എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ബറോട്ട. ഇറ്റ് വിൽ ബി ഇങ്ങനെ കുറേ ലേയേഴ്സ് ഉണ്ടാവില്ല. ഇറ്റ്സ് ജസ്റ്റ് വീറ്റ് റൗണ്ടായിട്ട്. ഈ ഗോതമ്പ് ഷീറ്റ് എന്നൊക്കെ പറയില്ല ഒരു തമാശ പറയുമ്പോൾ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഇറ്റ് ഈസ് പക്ക വീറ്റ് വിച്ച് ഡസൻ ഹാം യുവർ സിസ്റ്റം. പക്ഷേ മൈദ വന്നിട്ട് കെമിക്കൽ ബ്ലീച്ച് ചെയ്ത് വെള്ള കളറാക്കുന്ന ഒരു സാധനം, ഗ്രേ കളറിന് വൈറ്റ് ആക്കുന്നത്. സോ ആ ഒരു കെമിക്കൽ ഇത് നമ്മളുടെ ഇതിൽ ഒരുപാട് പോകുന്നുണ്ട്. റെഗുലറായിട്ട് ബറോട്ട കഴിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ എല്ലാം ഉണ്ട് ഇപ്പോൾ കൊച്ചുനാൾ മുതലേ. പിന്നെ ബ്രോയിലർ ചിക്കൻ, അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ അതിൻ്റെ അകത്ത് കുത്തി വയ്ക്കുന്ന ഹോർമോണുകൾ ഈസ് ഡെഫിനറ്റ്ലി ഓപ്പോസിറ്റ് ടു ദി ഫീമെയിൽ ഹോർമോൺസ്. തീർച്ചയായിട്ടും അത് ആണിനും പെണ്ണിനും പ്രശ്നം ഉണ്ടാക്കുക, സ്ത്രീകൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ബീഫ് ഹൈ കൊളസ്ട്രോൾ ഉള്ള ഡയറ്റാണത്. ബീഫും പോർക്കും ഒക്കെ ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂടും. അതൊരു ഇച്ചിരി കഴിച്ചാൽ കാലറി വാല്യൂ ഭയങ്കരമായിരിക്കും, വെയിറ്റ് പുട്ട് ഓൺ ചെയ്യുകയും ചെയ്യും. അതേപോലെ ഈ ഇത് ആൽക്കഹോൾ, that is also increased in both men and women. You won't believe it. നമുക്ക് വന്നിട്ട് സൊസൈറ്റിയിൽ ഇങ്ങനെ വെളിയിൽ കാണുമ്പോൾ വി തിങ്ക് ദറ്റ് വെളിയിലുള്ള അല്ലെങ്കിൽ വളരെ ഹൈ സൊസൈറ്റിക്കാരാണ്, ദേ ഡ്രിങ്ക്. നത്തിങ് ഓഫ് ദറ്റ് സോർട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ലേഡീസും വന്ന് ചോദിക്കുമ്പോൾ ദേ ആസ്ക് വെരി ഓപ്പൺലി, ഫ്രാങ്ക്ലി. സൊസൈറ്റി ഈസ് വെരി ഫ്രാങ്ക് നൗ. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ വൈനോ വോഡ്കയോ, ഐ തിങ്ക് ദറ്റ് ഈസ്, ഐ എം നോട്ട് ഷ്യൂർ അബൌട്ട് ഇറ്റ്, ബട്ട് ഐ തിങ്ക് അതാണ് ഫീമെയിൽ ബ്രാൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. സോ വൈൻ കുടിച്ചോട്ടെ, വോഡ്ക കുടിച്ചോട്ടെ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഇവർക്ക് റെഗുലർ പാർട്ടി സോഷ്യലൈറ്റ്സ് ഉണ്ട്, നമ്മളുടെ കേരള സൊസൈറ്റിയിലുണ്ട്. വെളിയിൽ കണ്ടാൽ വി വോണ്ട് ഫീൽ. ജസ്റ്റ് ബിക്കോസ് വെൻ യു ഗോ ടു ബോംബെ യു ക്യാൻ സീ, ഓർ ഇൻ എ ബാംഗ്ലൂരിൽ ചെറിയ ഷോർട്ട് ഡ്രസ്സസും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു വേറൊരു ടൈപ്പ് ഫാഷനബിൾ ഡ്രസ്സ്. വി വിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ വസ്ത്രം കൊണ്ടാണ് ഒരാൾ നമ്മൾ വന്നിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ദ അതർ വേ റൗണ്ട്. ഈ കാണാൻ വന്നിട്ട് വളരെ ട്രഡീഷണലി ഡ്രസ്ഡ് അവർ, ബട്ട് അങ്ങനെയുള്ളവരാണ്. ആസ് എ ഡോക്ടർ ഐ നോ പേഴ്സണലി അങ്ങനെയുള്ളവർ ദേ വെരി കൂൾ ആൻഡ് കമൻ ആസ് മിഡിൽ ഏജ് ലേഡീസ് ഉണ്ട്, യങ് ഗേൾസ് ഉണ്ട്. സോ ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടീസ് ഉണ്ടാവും. സോ ഗർഭിണിയാവണവരും വന്ന് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ടേക്ക് വൈൻ ഓർ വോഡ്ക, ബിക്കോസ് എനിക്ക് പാർട്ടീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാറ്റർഡേ നൈറ്റ് പാർട്ടീസ് എന്നുള്ളത് ഹസ് ബിക്കം എ റൂട്ടീൻ ഫോർ ഇൻ കേരള ഓൾസോ, വിച്ച് ഇസ് സോ ട്രഡീഷണൽ സപ്പോസ് ടു ബി. വെളിയിൽ കാണുമ്പം ദേ ആർ വെരി ട്രഡീഷണൽ ആയിട്ട്, ബട്ട് അറ്റ് ദാറ്റ് ടൈം ദേ വിൽ ബി ഈ ഒരു കൾച്ചറുണ്ട്. സോ അതും വന്നിട്ട് ഭയങ്കരമായിട്ട് വണ്ണം കൂടാനും ഷുഗർ ലെവൽ കൂടാനും കൊളസ്ട്രോൾ കൂടാനും. സോ ഈവൻ ബിയർ, സംബഡി സർട്ടൻ ഗൈസ്, അതായത് ആണും, ഐ ഓൾവേസ് ഡു ഓൺലി കപ്പിൾ ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഫെർട്ടിലിറ്റി. ആണും പെണ്ണിനെ ഒരുമിച്ച് നോക്കാതെ കാര്യമേ ഇല്ല. 50% ഇയാൾക്കും 50% അവർക്കും, 2 പേർക്കും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ 100%ഉം ഇത് 1 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടാവാതിരിക്കണം. സോ 6 months ഇപ്പം ഞാൻ പറയുന്നത്
ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നോക്കണം. കാര്യം വെച്ചാൽ കല്യാണത്തിന് മുമ്പേ ഒരു സ്കാൻ പോലും ഇവിടെ ആരും ഗൈനക്കോളജിനെ കാണുന്നതേ ഗൈനക്കിനെ കാണുന്നത് വലിയ മോശമായിട്ട് വിചാരിക്കുന്ന ഒരു നാടാണിത്. എന്നുവെച്ചാൽ പണ്ട് മുതലേ ഗൈനക്കിനെ കാണുന്നത് ഐ തിങ്ക് അതിൽ വല്ല 70കളുടെ സിനിമയിലൊക്കെ ആയിരിക്കുന്നതിന് ഗൈനക്കിനെ കാണുന്നത് ഈസ് ഫോർ അബോർഷൻ എന്നുള്ള ഒരു മെന്റൽ മേക്കപ്പ്. ബട്ട് നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഇപ്പം പിള്ളേരൊക്കെ ഈ പറഞ്ഞ മാതിരി ദേ ഡോണ്ട് സ്റ്റേ ഇൻ കേരള ഇറ്റ്സെൽഫ് അല്ലേ, ദേ സ്റ്റേ ഔട്ട്സൈഡ് കാനഡ. സോ ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. പിന്നെ കൾച്ചറും കുറച്ച് ഗ്ലോബലൈസേഷൻ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. സോ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വന്നാൽ ആക്ച്വലി ടീനേജിലേ നമ്മൾ വന്നിട്ട് കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും IVF ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഒക്കെ കൂടേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയൊരു ബിസിനസ്സായിട്ട് ആക്ച്വലി ഇറ്റ്സ് എ ബിസിനസ്. എന്നുവെച്ചാൽ ഒരു മാസത്തിൽ 100 കേസൊക്കെ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് എനിക്കറിയാം ഇൻ കേരള. സോ വാട്ട് ലെവൽ വി ഹാവ് കം ടു. പിന്നെ ഏജൻസിനെ വെച്ച് പലയിടത്തുനിന്നും ആളുകളെ കൊണ്ടുവരിക. അവരൊരു ഇപ്പോൾ മാൽഡീവ്സ് ഒക്കെ കാര്യമൊക്കെ ഒരു ബാച്ചായിട്ട് ഒരു 10 കപ്പിൾസിനെ കൊണ്ടുവന്ന് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വരെ ഇവിടെ ഉണ്ട്. സോ IVF ഈസ് എ ബിഗ് റാക്കറ്റ്. ഒരു വലിയൊരു ബിസിനസ് റാക്കറ്റാണത്. അപ്പോൾ ഏജന്റിന് പൈസ. സോ ഇറ്റ് ഹാസ് ബിക്കം സംതിങ് വെരി ഡിഫറെൻറ്റ്. ലോഡ്ജസ് ഒക്കെ പണ്ട് വയ്ക്കും പോലെ വന്ന ഉടനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് അവിടെ ആ ലോഡ്ജിൽ കൊണ്ടുപോകല്ലോ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവിടെ നിന്ന് പിടിച്ച് ഈ ഓരോ ഏജൻറ്റ്സ് വിൽ ബി ദർ. അവർ മാൽഡീവിയൻ പേഷ്യൻസിന് ഇവരെ അറാബ്സ് പോലും ചിലയിടത്ത് ഇപ്പോൾ വലിയ ഹോസ്പിറ്റൽസ് യു കൻ സി വലിയതും ചെറുതുമായ ഹോസ്പിറ്റൽ അറാബ്സ് വരുന്നുണ്ട്. ദ റിയൽ അറാബ് മറ്റേ ഫ്രം ഗൾഫ് കൺട്രീസ്. സോ അങ്ങനെ ജോർദാനീസ്. സോ ഒരുപാട് പേര് ദേ കം ടു മോസ്റ്റ്ലി ഇപ്പം കൊച്ചിൻ, ബാംഗ്ലൂർ, ബോംബെ ഇങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്സ്. പണ്ട് ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ട്രിവാൻഡ്രത്തും ഉണ്ട്, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ഇത്. ഇപ്പോൾ കൊച്ചിനിലാണ് കൂടുതൽ. ഐ ഡോണ്ട് നോ ലൈക്ക് ഇങ്ങനെ കുറേ ഒരു റാക്കറ്റ് ഇറ്റ്സ് ഗോയിങ്. സോ ഇറ്റ്സ് എ ബിസിനസ് റാക്കറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് നമ്മൾ പെടണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ധ്യത ദറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതിൽ പോകേണ്ട ഒരു കുട്ടീന്ന് വിചാരിക്കണമെങ്കിൽ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും തന്നെ വിചാരിക്കണം. സോ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിചാരം എന്തെന്ന് വെച്ചാൽ കുട്ടി ഉണ്ടായില്ലെങ്കിൽ അതിൻ്റെ എല്ലാ കുറ്റവും സ്ത്രീക്കാണ്, പെൺകുട്ടിക്കാണ്. സോ ഷീ ഷുഡ് സീ എ ഗൈനക് ഫസ്റ്റ്. എത്രയോ ഇന്നത്തെ ആൺകുട്ടികൾ എത്രയോ ബെറ്റർ. ദേ ഓൾസോ വോണ്ട് ടു ചെക്ക് എൻ്റെ സെമന് ചെക്ക് ചെയ്യണമെന്ന്. ഓക്കെ, ദേ ആർ വെരി റെഡി വിത്ത് ദാറ്റ്. ബട്ട് അതിലും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഫാമിലി കൾച്ചർ. എങ്ങനെയാണ് നമ്മളൊരു ആൺകുട്ടിയെ പെൺകുട്ടികളെ വളർത്തുന്നതിനെക്കാട്ടിലും ആൺകുട്ടികളെ വളർത്തുമ്പോൾ വി തിങ്ക് ഗേൾസിനെയാണ് നമ്മൾ കെയർഫുള്ളായിട്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദറ്റ്. ആൺകുട്ടികളെ വേണം നമ്മൾ കെയർഫുള്ളായിട്ട്. വീട്ടിൽ കൊടുക്കുന്ന കൾച്ചറിൽ ഹൗ ഡു യു റെസ്പെക്ട് വുമൺ, അതനുസരിച്ചിട്ടാണ് അത് ഒരു അമ്മയും അച്ഛനും പറഞ്ഞു. അച്ഛൻ എങ്ങനെ അമ്മയെ റെസ്പെക്ട് ചെയ്യണോ അതുപോലെ ആ ആൺകുട്ടികൾ. സോ യു ഷുഡ് ടീച്ച് മെയിൽ ചൈൽഡ് റെസ്പെക്ട് ഫോർ വിമൻ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈഫിൻ്റെ അടുത്തൊക്കെ ലൈക്ക് ദേ വിൽ ട്രീറ്റ് ലൈക്ക് എ ഡോർമാറ്റ്. അതായത് ഷീ സംതിങ് ചവിട്ടി തേക്കാനുള്ള ഷീ ഹാസ് ടു ഡു എവറിത്തിങ്. ദിസ് ഈസ് ഹെർ ഡ്യൂട്ടി. സോ ദാറ്റ് അതേപോലെ കുട്ടി ഉണ്ടായില്ലെങ്കിൽ അത് അവളുടെ കുറ്റം. എത്രയോ പയ്യന്മാർ വന്ന് പറയാറുണ്ട് ലൈക്ക് ആദ്യം അവളെ എല്ലാം നോക്കട്ടെ, അപ്പോഴേ നമുക്ക് ആ ഫാമിലി കൾച്ചർ മനസ്സിലാവും. നമ്മൾ ഈ പറയുന്നില്ലേ parenting, bringing up, see how they brought up their I used to think how they have brought up their male child. ഫീമെയിൽ ചിൽഡ്രന് അത്രയൊക്കെ ഭയങ്കര ഇത് അവിടെ പോരുത് ഇവിടെ പോരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത്, സോ മെനി തിങ്സ്. ബട്ട് ബോയ് ചിൽഡ്രന് അവരെ ബേസിക്കലി ദേ ഷുഡ് ബി ടോട്ട് ടു റെസ്പെക്റ്റ് വുമൺ. ആദ്യം സ്ത്രീ എന്ന് പറയുന്നത് തൻ്റെ അമ്മയും പെങ്ങൾ എല്ലാവരെയും പോലെ റെസ്പെക്റ്റുള്ള. അതേസമയം അമ്മയ്ക്കോ സിസ്റ്റർക്കോ വല്ലതും വന്നാൽ ഭയങ്കര അടി കൂടാനൊക്കെ ഒരു പോകും. അതുപോലെ മറ്റുള്ള പെൺകുട്ടികൾ വീട്ടിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന കുട്ടീനെ അതുപോലെ ട്രീറ്റ് ചെയ്യണം. ആദ്യം വീട്ടുകാർ പഠിപ്പിച്ചു കൊടുക്കണം. ആൻഡ് സോ ഇതില്ലാത്തവരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ കുറ്റവും ഈ പെൺകുട്ടിയുടെ തലയിൽ ഇട്ടിട്ട് വീട്ടുകാരും സപ്പോർട്ട്, അങ്ങനെയുള്ള ഫാമിലീസ് ഉണ്ട്. വളരെ സങ്കടം തോന്നും. അപ്പോൾ ഇതൊന്നും വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? പ്രിവെൻഷൻ. അതെ അതെ ഡോക്ടർ, നമ്മൾ ഈ ഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് അത് എനിക്ക് തോന്നുന്നു ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ഗോയിങ് ഇൻ ടു ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഷ്യൂർ ദാൻ സോറി എന്ന് പറയും. സോ ആദ്യമേ വന്നിട്ട് ബിഫോർ മാരേജ് മേക്ക് ഷ്യൂർ ദാറ്റ് യുവർ ചൈൽഡ് ഇസ് എല്ലാ രീതിയിലും വന്നിട്ട് ഷീസ് ഓക്കെ എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. ലൈക്ക് അമ്മ വിൽ ബി ദ പ്രൈം ഫാക്ടർ ഹിയർ, അമ്മയും അച്ഛനും ഡെഫിനറ്റ്ലി. സോ
ഇതിലിപ്പോൾ എങ്ങനെ ഇതിലിപ്പോൾ 2 കാര്യങ്ങൾ മെയിൻ ഇഷ്യൂസ് IVF അത് ഇത് ബട്ട് ബേസിക്കലി പറയുന്ന ഒരു കാര്യം ഈവൻ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഡെഫിനിഷൻ അനുസരിച്ച് ഈ കപ്പിൾ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലമിന് 10% ആളുകൾക്ക് IVF മതി. ഈ IVF ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 10% പേർക്ക്. ഐ വാസ് ഡൂയിങ് ഐ സ്റ്റോപ്ഡ് ഇറ്റ് ബിക്കോസ് കേരളയിൽ ഈ പൊല്യൂഷൻ റേറ്റ്സും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വി ആർ ഗെറ്റിംഗ് ബാഡ് റിസൾട്ട്. സോ ഈ അങ്ങനെ വന്നിട്ട് നമുക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് ഉള്ളതാണെങ്കിൽ ചെയ്യാം എന്നല്ലാതെ ആക്ച്വലി ഇതാണ് സത്യം. അതായത് അതും ഈ 10% പേർക്ക് മതി ആക്ച്വലി IVF. അല്ലാത്തവർക്കൊക്കെ നമുക്ക് നോർമലി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഏജ് കുറച്ചും കൂടെ ഏജ് മുമ്പേ തുടങ്ങിയാൽ, അതാ ഞാൻ പറഞ്ഞത് 1 year വരെ ഒന്നും ഇപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട. കാര്യം വെച്ചാൽ കല്യാണത്തിന് മുമ്പേ ഇത് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രോബ്ലം വരില്ല. ആ കുട്ടി ഓൾറെഡി നമുക്ക് അറിയാം. അപ്പോൾ ഇപ്പോഴൊക്കെ വരുമ്പോൾ ഞാൻ ഈ PCOD, എൻഡോമെട്രിയോസിസ്, പിന്നെ ഓവേറിയൻ സിസ്റ്റ്, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് പെൺകുട്ടികളിൽ കുട്ടികളുണ്ടാവാതിരിക്കാൻ കാര്യം. ഐ ക്യാൻ ജസ്റ്റ് ഒരു ചെറിയ ക്യാപ്സ്യൂൾ ഐ ക്യാൻ പുട്ട് ദിസ് 3. PCOD 10-8 കുട്ടികൾക്കുണ്ട്. എന്ന് വെച്ചാൽ പീരിയഡ്സ് വരാതിരിക്കുക, മാസങ്ങളോളം, അല്ലെങ്കിൽ ഡേറ്റ് ലേറ്റായി പോവുക. 30 ദിവസത്തിനകത്ത് കറക്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കണം. തുടക്ക സ്റ്റേജിൽ അത് ക്ലിയർ ചെയ്യാനാണെങ്കിലും കുറച്ച് പ്രയാസം. PCOD എന്ന് പറഞ്ഞാൽ എന്താ, ഓവറിയിൽ നിന്ന് എഗ്സ് വെളിയിൽ വരാതെ അത് സിസ്റ്റായിട്ട് മാറിയിട്ട് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, PCOD, അതൊരു അബ്രിവേഷനാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓവറി 2ലും ഹോർമോണിൻ്റെ വ്യത്യാസവും ഉണ്ടാവും. എന്നുവെച്ചാൽ സ്ത്രീ ഹോർമോണുകൾ കുറയും, പുരുഷ ഹോർമോണുകൾ കൂടും ലൈറ്റായിട്ട്, സ്ത്രീ ഹോർമോണുകൾ കുറയണമുണ്ട്. സോ അതുകൊണ്ട് ഇത് ബ്യൂട്ടി ഇഷ്യൂ ആയിട്ട് വിചാരിക്കണവരുണ്ട്. ആക്ച്വൽ PCOD ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മുഖത്ത് മുടി വളർച്ച, മുടി പൊഴിച്ചിൽ, താരൻ, ദെൻ വാട്ട് എൽസ്, കറുത്ത പാടുകൾ, കഴുത്തിൽ കറുപ്പ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം പോയി ദേഹത്തൊക്കെ ഭയങ്കര മുടി വളർച്ച, ഇതിന് പോയിട്ട് സ്കിൻ ആൻഡ് കോസ്മെറ്റോളജിയിൽ കാണിച്ച് എപ്പോൾ നോക്കിയാലും ട്രീറ്റ്മെന്റ് ചെയ്യുകയില്ല അല്ലേ ഡോക്ടർ? ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ഇതാരാണ്? ഞാൻ കൊല്ലത്ത് നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, ജയ എന്നാണ്. ഓ, പറയണം. ബ്രദറിന്റെ ഒരു കുട്ടിയുണ്ട്, അത് പ്രഗ്നന്റ് ആണ്. അപ്പൊ അത് പ്രഗ്നന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഡിസീസ് പോലെയാണ് ആ കുട്ടി ഹാൻഡിൽ ചെയ്യണത്. അങ്ങനെ അതൊരു സ്ഥലത്ത് മാത്രം ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി. അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രഗ്നൻസി ടൈമിന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പ്രഗ്നൻസി ഇപ്പം ഞാൻ പറഞ്ഞ ആ കുട്ടി കേൾക്കുമോ? എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി കൗൺസിലിംഗ് ഒരു കാര്യമുണ്ടമ്മ, ആൻഡ് മെനോപോസ്, ഇത് 2നും ഞാൻ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് ബിക്കോസ് സൈക്കോളജിക്കലി ബേസ്ഡ് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പേടി എല്ലാ കുട്ടികൾക്കും, കാരണം ഷീ മേ നീഡ് എ കൗൺസിലിംഗ്. പിന്നെ പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ, ഇച്ചിരി വേദന വന്നാലും സഹിക്കാത്തവരാണ്. സോ കുറച്ചും കൂടെ ഡെലിക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കുട്ടികൾ. അമ്മയുടെ സമയത്തൊന്നും ഉള്ള പോലെ അല്ല ഇന്നത്തെ പെൺകുട്ടികൾ. സോ അവർ ഇതൊരു വൻ സംഭവമായിട്ട് തന്നെ അത്രയും മാസം ഫുൾ റെസ്റ്റ് പോലെ പേടിച്ചിട്ടേ ഇങ്ങനെ ആവുമോ അങ്ങനെ. ഇവർക്ക് പണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ എന്തും അതിൽ നോക്കിയാൽ ഇപ്പോഴത്തെ പ്രശ്നം ഇൻ്റർനെറ്റ് ഉണ്ട്. സോ അതിലിപ്പം ഗൂഗിൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എവ്രിതിങ് ഇൻ ഇറ്റ്. അതിൽ അനാവശ്യമായിട്ടുള്ളത് ആദ്യം എഴുതും. ഇപ്പോൾ PCOD പറ്റി ഞാൻ പറഞ്ഞത്, അത് ആദ്യം എഴുതുന്നത് ക്യാൻസർ ഓവറി എന്ന് പറഞ്ഞാൽ അത് ഈ 1 ലക്ഷത്തിൽ 10 ലക്ഷത്തിൽ ഒരാൾക്ക് പോലും വരാത്തൊരു സംഭവം. ബട്ട് സ്റ്റിൽ അതൊരു പ്രോബബിലിറ്റി, അത് ആദ്യം എഴുതി വെക്കും. സോ ഈസി കാര്യങ്ങൾ ആദ്യം എഴുതുന്നതിൻ്റെ പേരല്ല ഇൻ്റർനെറ്റ്. പ്രയാസമുള്ള കാര്യങ്ങൾ ആദ്യം എഴുതിയിട്ട് ആളുകളെ പലതരത്തിൽ പേടിപ്പിക്കുക എന്നുള്ളതാണ് അത്. അപ്പോൾ അത് മാത്രമല്ല, അറിവ് ഈ എല്ലാം കൂടി വായിച്ചിട്ട് ഏതിലാണ് എത്തേണ്ടതെന്ന് ഈ പ്രഗ്നൻ്റ് ആയ പെൺകുട്ടിയൊക്കെ അറിയില്ല. സോ ഇവരെല്ലാം ഇപ്പോൾ ഉടനെ നെറ്റ് എടുത്ത് നോക്കുക, അതെടുത്ത് നോക്കുക, യൂട്യൂബ് എടുത്ത് നോക്കുക. സോ അതിൽ വരുന്ന എല്ലാം കൂടി ഇവർക്ക് ഒരു കൺഫ്യൂഷനും. സോ പ്രഗ്നൻസി എന്തോ ഒരു ഈ അമ്മ പറഞ്ഞ പോലെ ഡിസീസായിട്ട് മാറുകയാണ്. ഇൻഫാക്ട് പ്രഗ്നൻസിയിൽ പണ്ടത്തെ ലേഡീസൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, വീട്ടിലുള്ള വേറൊരു കൊച്ചിനെ നോക്കണ്ട
ഉണ്ടാവും സെക്കൻഡ് പ്രഗ്നൻസിയിലൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓഫീസിൽ പോകേണ്ടി വരും. മൾട്ടി ടാസ്കിങ്ങിൻ്റെ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. 9 മാസം ആകുമ്പോൾ അഡ്മിറ്റ് ആവും, ഇതാവും. ഫസ്റ്റ് പ്രഗ്നൻസി മാത്രം കുറച്ചൊന്ന് 7th month തൊട്ട് ശ്രദ്ധിക്കും, കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത്. അല്ലാതെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് അതിൽ കൂടുതൽ ലീവ് ഉണ്ടാവില്ല, മെറ്റേണിറ്റി ലീവ് പ്രസവത്തിന് ശേഷമാണ്. സോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വന്നിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. വേണ്ടാന്ന് വിചാരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ആയിക്കഴിഞ്ഞവർക്ക് അത് ഈ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് റെഗുലറായിട്ട് നല്ല ഫുഡ് കഴിക്കുക, വിട്ട് കഴിക്കുക, ഒരു 6 പ്രാവശ്യമായിട്ട് കഴിക്കുക, വയറ് നിറച്ച് കഴിക്കാതിരിക്കുക. പിന്നെ എല്ലാം ന്യൂട്രീഷ്യസ് ഫുഡായിരിക്കണം. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രിങ്ക്സ് ഇല്ലെങ്കിൽ ബോട്ടിൽ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ വെളിയിലുള്ള ഫുഡോ ഹോട്ടൽ ഫുഡോ കഴിക്കാതിരിക്കുക. എല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന സംഭവങ്ങൾ കഴിക്കുക. ആൻഡ് വേറെ ഈ ഓവർ മീറ്റ്, ഓവറായിട്ടുള്ള സ്വീറ്റ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഡോക്ടർ ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു 7th month ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം പ്രഷർ ഹൈ ആയിട്ടുള്ളവർ കാണും, അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ആക്ച്വലി എക്സസൈസ് എന്ന് പറഞ്ഞാൽ യോഗ പോലുള്ള പ്രഗ്നൻസി യോഗ ഉണ്ട്. യോഗ എന്നൊക്കെ പറഞ്ഞാൽ ഹാർട്ടിന് പ്രോബ്ലം തരുന്നതല്ല. ദാറ്റ്സ് വൈ ഇന്ത്യൻ യോഗ ഈസ് മച്ച് ബെറ്റർ ദാൻ ജിം ആൻഡ് ഓൾ ദാറ്റ്. ബിക്കോസ് മറ്റേത് നമ്മൾ ഇങ്ങനെ താഴോട്ട് മസിൽസിനോട്ടൊക്കെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ജോലി കൂടിക്കൊണ്ടിരിക്കും. യോഗ ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. ഏതേത് ഓർഗൻ, ഇപ്പം നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടോ അതിൻ്റെ മാത്രം ഫ്ലെക്സിബിലിറ്റി മതി, വയറ് ചാടിയിട്ടുണ്ടോ അതിൻ്റെ മാത്രം. സോ ഇന്ത്യൻ യോഗ ഈസ് നൗ ഓൾ ഓവർ ദ വേൾഡ്. വൈ? ബിക്കോസ് അൺനെസസറി ഹാർട്ടിന് ട്രബിൾ കൊടുക്കില്ല നമുക്കെല്ലാം. സോ പ്രഗ്നൻസി യോഗയും ഉണ്ട്. സോ അത് ആർക്ക് ചെയ്യാൻ പറ്റും? പ്രഷറോ ഷുഗറോ ഉണ്ട് 7ാം മാസത്തിൽ കണ്ടുപിടിക്കണമെങ്കിൽ 7ാം മാസം തൊട്ട് അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തവർക്ക് ലൈറ്റായിട്ട് നടക്കാം. പിന്നെ വന്നിട്ട് ചെറിയ യോഗാസ് അത് ചെയ്യാനായിട്ട് ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതൊക്കെ ചെയ്യാം. സോ ആ കുട്ടീനെ ഒരു കൗൺസിലിംഗ് പോലെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു ഇതൊന്നും പോകുന്ന സംഭവം അല്ല എന്നുള്ള പേടിയായിരിക്കും. അബോർഷനായി പോകും, അങ്ങനെയൊക്കെ പലതും വായിക്കുമ്പോൾ ഇങ്ങനെ പേടിച്ചു പോകും. സോ അതിൽ തെറ്റില്ല. ബട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കൗൺസിലിംഗിൽ കൊണ്ടുവരണം. സ്റ്റേഴ്സ് ഒരു ലിമിറ്റ് വരെ, അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഒരു 2 stairs ഒക്കെ 2 flights ഒക്കെ ഇറ്റ്സ് ഓക്കെ. ദെൻ 3rd flight പോകുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബിറ്റ് കുറച്ച് ടയറിങ് ആയിരിക്കും. സോ 3rd ശേഷം കയറണം ആക്ച്വലി 1 or 2 flight. 2nd ഫ്ലോറിൽ നിന്ന് യു ക്യാൻ ടേക്ക് എ ലിഫ്റ്റ്. അങ്ങനെ കോള് ഡിസ്കണക്ട് ആയിട്ടില്ല. അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നു. ഹലോ അമ്മ, അപ്പൊ ഒരു കൗൺസിലിംഗ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക എന്നെ ഹോസ്പിറ്റൽ നമ്പറിലോട്ട്. ഓക്കെ, ഞാൻ നേരിട്ട് സംസാരിക്കാം കുട്ടിയോട്, എന്നാലേ നടക്കും. ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ്. പുനർജനി ഹോസ്പിറ്റൽ, തിരുവനന്തപുരം പേട്ട അക്ഷരവീഥി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സ്വീറ്റിയെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഫോണും കൺസൾട്ടേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വിളിച്ച് ഡോക്ടറോട് ഓൺലൈൻ കൺസൾട്ടേഷൻ അടക്കം പോസിബിൾ ആണ് എന്നുള്ളത് കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് PCOD കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. 10ൽ 8 പെൺകുട്ടികൾക്കും ഇന്നുള്ള ഒരു അവസ്ഥയാണ് PCOD. അതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രയാണെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പം നമ്മൾ പലരും ഈ PCOD പ്രശ്നമുള്ളവർ പെട്ടെന്ന് ചെയ്യുന്നത് ഫേഷ്യൽ ഹെയർസ് കളയാനായിട്ട് ലേസർ ബ്യൂട്ടി പ്രോബ്ലം. ഈ മുഖത്ത് മുടി കുറച്ച് മെയിൽ ഹോർമോൺസ് കൂടുന്നുണ്ട്, മുടി ഇങ്ങനെ പോകും, ആന്റീരിയർ ബോൾഡ്നെസ് ഇങ്ങനെയല്ല പോകുന്നത്. സോ അത് മെയിൽ ഹോർമോണിന്റെ എഫക്റ്റ് ആണ്. അതേപോലെ താരൻ വരുന്നത്, മുടി പൊഴിയുന്നത്. സോ ഇതൊക്കെ സ്ത്രീ ഹോർമോണുകൾ ഉള്ളപ്പോൾ നന്നായിട്ട്. സ്ത്രീ ഹോർമോൺ ഒരുപാട് കാര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യം, മുഖക്കുരു വരുന്നത്, ഇതൊക്കെ വന്നിട്ട് മെയിൽ ഹോർമോൺസിന്റെ കൂടുതലുണ്ടാണ്. പിന്നെ കറുപ്പ് വീഴുന്നത്, മുഖത്തൊക്കെ കറുത്ത കുറച്ച് പാച്ചസ്, കഴുത്ത് നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് ആയിരിക്കും. സോ ഇതെല്ലാം PCODയിൽ ഇതിനെയൊക്കെയാണ് എല്ലാവരും ക്യൂർ. പിന്നെയും പോയി ലേസർ ചെയ്യുന്നവരുണ്ട് സ്കിന്നിൽ പോയിട്ട്. അത് പക്ഷേ മെയിൻ കോസ് എവിടെയായിരിക്കണം? ഈ ഹോർമോണിനെ നമ്മൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ, ഫീമെയിൽ മെയിൽ ഹോർമോൺസിനെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? PCODക്ക് ഒരു ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾഡ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരു ഗുളികയിലൊന്നും മാറുന്ന സംഭവമല്ല. പീരിയഡ് വരുത്താൻ വേണ്ടി മരുന്ന് കഴിച്ചാലൊന്നും PCOD മാറുമൊന്നുമില്ല. PCODയിൽ 8 to 10 months പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വേണം
പ്രഗ്നൻസിക്ക് നമ്മൾ ശ്രമിക്കാം. അല്ലെ PCODക്ക് ഉടനെ IVF പോകേണ്ട കാര്യമില്ല. PCOD ക്യാൻ ബി കൺട്രോൾഡ്. ദേഹത്ത് നിന്ന് എടുത്തു കളയാൻ പറ്റില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് ഡെഫിനറ്റ്ലി കൺസീവ് ചെയ്യാനും പറ്റും. ഡോക്ടർ ഒരു സംശയം ചോദിച്ചു, അതിനാണ് മാക്സിമം IVFs ഒക്കെ നടക്കണം. അതിൻ്റെ ആവശ്യമില്ല. ദാറ്റ്സ് വൈ 10% ആളുകൾ ആർക്കാണ് IVF വേണ്ടത്. സോ ഈ നമ്മൾ പറഞ്ഞില്ലേ യൂട്രസ് എടുത്ത് മാറ്റുന്ന ഒരു റാക്കറ്റ് പോലെ നമുക്ക് ആക്ച്വലി മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുക എല്ലാം, മുഴയും ഇതും എല്ലാം. ബട്ട് അതുപോലെ ഹൗ വി ആർ ഗോയിങ് ഫ്രം ഓപ്പറേഷൻ ടു നോ ഓപ്പറേഷൻ പോണോ, അതേപോലെ ഇതും IVF ഇല്ലാതെ തന്നെ 90% പേർക്കും കൺസീവ് ചെയ്യാൻ പറ്റും. അത് ഇൻഫെർട്ടിലിറ്റി അല്ല, അത് ട്രീറ്റബിൾ ആണ്. പക്ഷേ 10% പേര് ആരാണ് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ പോലും 10% പേര് ആരെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആണുങ്ങളിൽ സെമൻ പുറത്തു വരാത്തവർ, ബ്ലോക്ക് ഉള്ളവർ. സോ നമുക്ക് അകത്തുനിന്ന് കുത്തിയെടുത്തിട്ട് അത് ഇക്സി എന്ന് പറയും, ഇൻട്രാസൈറ്റോ പ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അപ്പം അത് എടുത്ത് നമ്മൾ ആ എഗ്ഗിൻ്റെ അകത്ത് കുത്തിവെച്ച് കൊടുക്കണം. സോ ദാറ്റ് ഈസ് മോർ ദൻ IVF. ഒരു പടി മുകളിൽ തനിയെ ചേരാൻ വിടുന്നതല്ലേ ഇതിന് അകത്ത്. അപ്പം കുത്തി ടിസി, അത് കുറച്ച് ടെസ, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. സോ ഇത്രയും അറിഞ്ഞാൽ മതി. ലൈക്ക് ഈ സെമൻ വരുന്ന ട്യൂബിൽ നിന്ന് അവിടെ തടസ്സമുള്ളതുകൊണ്ട് വെളിയിലോട്ട് സെമൻ വരത്തില്ല ആണുങ്ങൾക്ക്. സോ അതിനെ നമ്മൾ കുത്തിയെടുത്ത് വെളിയിലെടുത്ത് അതിന് ലേഡിയുടെ ഓവമായിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് ബേബി, ദാറ്റ് ഈസ് IVF. ഡോക്ടർ, ഈ ആണുങ്ങൾക്ക് പ്രശ്നമുള്ള കേസിലാണ് ഇക്സി ട്രീറ്റ്മെന്റ്? അല്ല, അത് ആണുങ്ങളുടെ കാര്യം ഒന്ന്. അതായത് നോർമലി സെമൻ വരാത്തവർ, സെമൻ വന്നിട്ടും 0 സ്പേം ഉള്ളവർക്ക് IVF ചെയ്തിട്ട് ഒരു കാര്യമില്ല. സെമൻ അസോസ്പെർമിയ ജന്മന ആ സെൽസ് കുറഞ്ഞവരുത്, അവർക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. ഓൾ ദേ ക്യാൻ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. IUI എന്ന് പറഞ്ഞിട്ട് വേറെ ഡോണർ സ്പേം അവർ ഓക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ് വേറെ ആരെയും അറിയിക്കില്ല. കോൺഫിഡൻഷ്യലായിട്ട് AID എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഡോണർ. അപ്പോൾ നമ്മൾ IUI എന്ന് പറഞ്ഞ ഒരു ചെറിയ സിറിഞ്ചിനകത്ത് സെമൻ വാഷ് ചെയ്ത് വേറെ ആരുടെയെങ്കിലും സെമൻ ബാങ്കിൽ നിന്ന് എടുത്ത് അത് വന്നിട്ട് നമുക്ക് യൂട്രസിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് നോട്ട് ഒരു അനസീസിയ പോലും വേണ്ടത്, സിമ്പിൾ പ്രൊസീജിയർ. നമുക്കൊരു ചെറിയ ഇങ്ങനത്തെ ഒരു ട്യൂബ് പോലെ ഇരിക്കും, ഒരു പ്ലാസ്റ്റിക് ഇതുപോലത്തെ, അതിനകത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. എന്നിട്ട് നോർമലി ഈ ലേഡി നോർമലാണ്, അവർക്ക് എഗ് ഉണ്ടായി ട്യൂബിൽ വന്ന് നിൽക്കുന്നുണ്ട്, അതവിടെ ഫെർട്ടിലൈസ് ചെയ്തോളൂ. അങ്ങനെ ഡോണർ സ്പേംസ് എടുക്കാം. ഇപ്പോൾ പുരുഷന്മാരിൽ ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ട്യൂബൽ ബ്ലോക്ക്. പിന്നെ ഒന്നുമേ സ്പേമേ ഉണ്ടാവാത്തവർക്ക് എന്തിനാ IVF? അവർക്ക് ആരുടെയെങ്കിലും സ്പേം എടുത്താണെങ്കിൽ IUI ചെയ്താലേ മതി, ഇൻട്രായൂട്രൽ ഇൻസെമിനേഷൻ ചെയ്താലേ മതി. അതൊരു വലിയ പ്രയാസമുള്ളത് പൈസയുള്ള പ്രൊസീജിയറിൽ മാക്സിമം 5,000 വരുമായിരിക്കും. ദാറ്റ്സ് ഓൾ. അതോടെ കഴിഞ്ഞ് മറ്റേത് ഇറ്റ് ഗോസ് ടു 5 lakhs അല്ലേ IVF എന്ന് പറയുന്നത്. പല കാര്യങ്ങളും അതിൻ്റെ കൂടെ ചേർന്ന് വരും. സോ 4-5 lakhs ഒക്കെ ഇപ്പോൾ ആകുന്നുണ്ട്. അപ്പോൾ സോ ആ ഒരു ആളുകളിൽ 10% പേര് ഇവരൊക്കെയാണ്. പിന്നെ ട്യൂബ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായ ലേഡീസ്, ഫാലോപ്പിയൻ ട്യൂബ്സിലാണ് കുട്ടി ഉണ്ടാവേണ്ടത്. ഫസ്റ്റ് 6 ദിവസം കുഞ്ഞ് അതിനകത്തിരിക്കണം. എന്നുവെച്ചാൽ എഗ്ഗ് അവിടെ വന്ന് അതെ എഗ്ഗ് അവിടെ വരും. അവിടെ നിന്ന് നീന്തിക്കയറി സ്പേം യൂട്രസ് വഴി നീന്തിക്കയറി ഈ ട്യൂബുകളിൽ വന്നിട്ട് മില്യൺസ് ഓഫ് സ്പേംസ് ആണ്. ഒരു തുള്ളിയിൽ ദർ വിൽ ബി അപ് ടു നല്ല കൗണ്ട് ഉള്ളവർക്ക് 100 million സ്പേംസ് വരെ ഇരിക്കും. സോ അത് ബെസ്റ്റായിട്ടുള്ളത് നീന്തിക്കയറി അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്പേം വന്നിട്ട് ഈ ഓവത്തിന് തുളച്ച് നമ്മളെങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് അകത്ത് കയറ്റുമ്പോൾ ഈ സ്പേമിന് വന്നിട്ട് ഒരു ഫേസിൽ ഒരു ഇതുണ്ട്, ഒരു ഹെഡുണ്ട്. അതിന് ആ ഹെഡ് ഇങ്ങനെ പിയേഴ്സ് ചെയ്ത് എഗ്ഗിനകത്ത് പോവും. എന്നിട്ടാണ് അത് ഫെർട്ടിലൈസ് ചെയ്യുന്നത്. അത് 6 ദിവസം ട്യൂബിലിരിക്കുക. അതുകൊണ്ട് ട്യൂബ് നന്നായിട്ട് തന്നെ ഇരിക്കണം. ട്യൂബ് പഴുപ്പുള്ളതോ ഇതോ ഒന്നും പാടില്ല. ട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നേരത്തെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ട്യൂബൽ പ്രഗ്നൻസി ആയിപ്പോവും. ആകും, പക്ഷേ ആ ട്യൂബും പോവും, ആളുടെ അപകടമാവും, ജീവൻ അപകടമാവും. പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഉടനെ കൺഫേം ചെയ്യേണ്ടത് യൂട്രസിനകത്താണോ അല്ല ട്യൂബിലാണോ. സോ പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കരുത്. വീട്ടിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കാൻ ചെയ്യിപ്പിക്കണം ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട്. ആ സ്കാനിൽ കൃത്യമായിട്ട് യൂട്രസിനകത്താണ് ബേബി എന്നുള്ളത് ഉറപ്പാക്കുക വേണം. രണ്ടിലും പോസിറ്റീവ് തന്നെ കാണിക്കും. കാര്യം വെച്ചാൽ ഈ എംബ്രിയോ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും, ഈ യൂറിനിലാണെങ്കിലും ബ്ലഡിലാണെങ്കിലും. പക്ഷെ ബ്ലഡിലാകുമ്പോൾ നമുക്ക് ആ ഹോർമോണിൻ്റെ ലെവൽ വെച്ചിട്ട് മനസ്സിലാവും. ഇത് വന്നിട്ട് വളർച്ചയുടെ കുറവ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ട്യൂബിലാണോ എന്നുള്ള സംശയം വരും. സോ അത് പക്ക നല്ല ഒരു സോണോളജിസ്റ്റിനെ കൊണ്ട് പക്കാവായിട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആ ട്യൂബ് 2 ഇത്രയും കാര്യം നടക്കാനുണ്ട്. ആ ട്യൂബ് വന്നിട്ട്
പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ട്യൂബാണ്, അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞ ട്യൂബാണ്, അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ളതാണ് ഹൈഡ്രോസെൽഫിങ്സ്. സോ അതല്ലെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലും ഒരു ഒട്ടലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ചെറുപ്പത്തിലേ ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കാതെ അതിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഈ ബേബി ഉണ്ടായാലും ട്യൂബിലായിപ്പോൾ അല്ലെങ്കിൽ ട്യൂബ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് വെച്ചിട്ട് ഈ രണ്ടും കൂടെ ഉള്ള ചേർച്ച നടക്കില്ല. ഒരു കുട്ടി ഉണ്ടാവുന്നത് ആക്ച്വലി ഫെലോപ്പിയൻ ട്യൂബിലാണ്. ഓവറിൽ നിന്ന് എഗ്ഗും വരും, താഴെ നിന്ന് സ്പേമും വരും, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് 6 ദിവസം അവിടെ ഇരുന്നിട്ട് പിന്നെ ഈ ട്യൂബ് നന്നായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇൻഫെക്ഷൻസ് ഒക്കെ ആദ്യമേ ട്രീറ്റ് ചെയ്യണം പെൺകുട്ടിയൊക്കെ. ബിക്കോസ് ഇല്ലെങ്കിൽ ട്യൂബിൽ പഴുപ്പ് വരുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ട്യൂബിനൊരു ക്വാളിറ്റി ഉണ്ട്. ഈ 6ാമത്തെ ദിവസം ആകുമ്പം യൂട്രസ് റെഡിയാവും, ഹോർമോൺ നോർമലായിരിക്കുമ്പോൾ യൂട്രസിൽ എല്ലാം വളർച്ച റെഡിയായി ഇങ്ങനെ അതിങ്ങനെ കറക്റ്റായിട്ട് ആംബിയൻസ് റെഡിയാക്കി വെച്ചേക്കും ഈ എംബ്രിയോയെ റിസീവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ട്യൂബിൽ കൊച്ചു ഇങ്ങനെ ഹെയർ പോലത്തെ സാധനങ്ങളുണ്ട്, അതിങ്ങനെ തട്ടി മൂവ് ചെയ്ത് ഇങ്ങനെ അതിങ്ങനെ തട്ടി എംബ്രിയോ കൊണ്ടുവന്ന് യൂട്രസിനകത്ത് ഇട്ട് കൊടുക്കും. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രൊസീജിയർ. യു ഷുഡ് സീ ഇറ്റ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെടുത്ത ഈ ഫോട്ടോഗ്രാഫ്സ് യു ഷുഡ് വീഡിയോസ് ഉണ്ട്. സോ ദീസ് തിങ്സ് ആർ ഓൾ നൗ അവൈലബിൾ. സത്യത്തിൽ ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കാണുന്ന പോലെ റിയലി ലൈക്ക് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയൊക്കെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് വി ഹാവ് ടു സീ ഓൾ ദീസ് തിങ്സ്. സോ ഇറ്റ് ഈസ് സോ അമേസിങ്. ഇത് ആ ട്യൂബ് വന്നിട്ട് ഒരു ശരിക്കും മനുഷ്യനെ കൈ പോലെ ഇങ്ങനെ തട്ടി ഇങ്ങനെ അനങ്ങി കൊണ്ടുവന്നതിനെ യൂട്രസിനകത്ത് ഇടുക. യൂട്രസ് 6 ദിവസത്തിനകത്ത് എല്ലാം പ്രിപ്പയർ ചെയ്ത് എൻഡോമെട്രിയൊക്കെ കട്ടിയാക്കി ഇങ്ങനെ വെച്ചേക്കുക. അത് ടക്കനെ അതിലോട്ട് പിടിക്കുക. പിന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങും ബ്ലഡ് വെസൽസ്. പിന്നെ കൈ പോലെ ഇങ്ങനെ പിടിച്ച് പറ്റുക. പിന്നെ അതിനങ്ങനെ അത് എംബ്രേസ് ചെയ്യുക. പിന്നെ ഹാർട്ട് വരും, കണ്ണ് വരും, കൈ വരും. 4 മാസം ആകുമ്പോഴത്തേക്ക് എല്ലാ അവയവങ്ങളും വരും. യു ക്യാൻ സീ ദ ബേബി. അപ്പോൾ അതിൽ ഈ 4D 5D സ്കാനൊക്കെ ഉണ്ടെങ്കിൽ മുഖം വരെ കാണാൻ പറ്റും. മുഖം, കാത്, മുഖക്ക് അനങ്ങണത്, വായിൽ കൈവയ്ക്കുന്നത്. ഈ ഇൻട്രാഫീറ്റൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ 9 മാസവും സ്ത്രീകളുടെ ഈ മോണിറ്ററിങ്ങിനെ കെട്ടി വെച്ചിട്ട് ഫുൾ ചെയ്തിട്ടുണ്ട്, വീഡിയോസൊക്കെ ഉണ്ട്. സോ അപ്പം കുഞ്ഞിനെ നമ്മൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുമ്പോൾ അറിയാം, ലൈക്ക് കുഞ്ഞ് കൈ ഇങ്ങനെ വായിൽ വെക്കുന്നത്, ശരിക്കും കൈ ഇങ്ങനെ കൊണ്ടുപോകും, തിരിച്ചിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ മൂവിങ് പിക്ചറാണ്. സോ അത് ഈ 4D 5D ഒക്കെ അങ്ങനത്തെ സ്കാൻസ്. സോ ദാറ്റ് മസ്റ്റ് ബി ഡൺ ഫോർ എവറി പ്രഗ്നൻറ്റ് വുമൺ. പ്രഷ്യസ് പ്രഗ്നൻസിയിൽ മാത്രമല്ല, അത് യൂഷ്വലി ഇവിടെ ആരും ചെയ്യാറില്ല. നോർമൽ സ്കാൻ പോരാ നോർമലിക്ക്. വി ഷുഡ് ഡു 4D or 5D സ്കാൻ ഡെഫിനറ്റ്ലി. അതിൽ ഇതെല്ലാം കാണാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും നോക്കിയിട്ട് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രോബ്ലം ഉണ്ടോ. സോ ഇത്രയും പ്രോസസ്സ് ട്യൂബിനുണ്ട്. സോ ആ ട്യൂബിന് ക്ഷതമുണ്ടെങ്കിൽ, ട്യൂബ് ഹാസ് ഗോട്ട് സം ഇഞ്ചുറി ആൻഡ് ട്യൂബ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഓർ ട്യൂബ് ഇസ് ഹാവിങ് സം പസ് സെൽസ് ഓർ സംതിങ്, അത് ഇറ്റ്സ് ഇൻഫെക്റ്റഡ്, ഇങ്ങനെ ആവുന്നവർക്കാണ് ആക്ച്വലി യു നീഡ് IVF. അത് വന്നിട്ടില്ല എത്ര 10%, 100-ൽ 10 പേർക്ക് ഈ എല്ലാ പ്രോബ്ലംസും ഉണ്ടാവുള്ളൂ, ട്യൂബിൻ്റെ പ്രോബ്ലംസ്. പിന്നെ ഓവറിയിലുള്ള PCOD ഒക്കെ വെരി മച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഒന്ന് ഈ പീരിയഡ്സ് വരാതിരിക്കുമ്പോൾ കൊണ്ടുപോയി അതിനെ ബ്യൂട്ടി ചെയ്തോട്ടെ. ബട്ട് ഗൈനക്കോളജിസ്റ്റിനെ, ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് കോസ്മെറ്റോളജി ഓൾസോ നൗ. എന്തെന്ന് വെച്ചാൽ PCODക്ക് വരുന്ന കുട്ടികൾക്ക് മെയിൻ പ്രോബ്ലം ഈ അപ്പം നമ്മൾ അവരെ 4 ആശുപത്രിയിലേക്ക് ഓടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അതിനവിടെ പോയിക്കൊള്ളൂ. സോ ഐ ഹാവ് ടു ഈ ലേസേഴ്സൊക്കെ നമ്മൾ ബേസിക്കൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കും. കാണിച്ചാൽ ഈ മുഖത്തുള്ള മുടി അവർക്ക് അത് ചെയ്ത് കൊടുത്താലേ അവർ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുള്ളൂ. ഇത് എടുത്താലേ അത് മാറുള്ളൂ എന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. സോ ആസ് എ ഗൈനക് വെൻ വി അകത്തുള്ള ഹോർമോണിനെ നേരെ ആക്കിക്കൊണ്ട് PCOD ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഒരിക്കലും ആ കുട്ടിക്ക് IVF ഇൻഫെർട്ടിലിറ്റിക്ക് പോവേണ്ടി വരത്തില്ല. സോ കല്യാണത്തിന് മുമ്പേ അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ചെയ്യുക. കല്യാണം കഴിഞ്ഞതും എത്രയും വേഗം കുട്ടിയാവാനുള്ള അഡ്വൈസും കൂടി കൊടുക്കുക, കോഴ്സ് അങ്ങനെ ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ. അപ്പോൾ അതൊരു കാര്യം. സോ ദാറ്റ് ഈസ് ഈസിലി ട്രീറ്റബിൾ. എന്നാൽ 80% മറ്റേ ടെസ്റ്റ് ട്യൂബ് ബേബി IVF ചെയ്യുന്നത് ഈ PCODക്കാർക്കാണ്. ഒരാവശ്യമില്ല. പിന്നെ മാക്സിമം പോയി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ പെട്ടെന്ന് വേണമെങ്കിൽ ലാപ്രോസ്കോപ്പിക്കലി നമ്മൾ ആ PCO സിസ്റ്റുകളൊന്ന് പങ്ക്ചർ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് 1 വർഷത്തിൻ്റെ കാത്തിരിപ്പ്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. സോ ഐ ഫൈനലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ IVF പോകുന്നത് മോസ്റ്റ്ലി വന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ 30% വേൾഡ് വൈഡ് WHO റേറ്റിംഗ്. 100% എന്ന് എടുത്താൽ 100 പേര് IVF ചെയ്യണമെങ്കിൽ 30 people only will become pregnant.
70 പീപ്പിൾ. അപ്പോൾ 30% വേൾഡ് വൈഡ് റേറ്റ്. അതായത് ഏറ്റവും നല്ല ലാബ് ഇൻ USA ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 32% വരെ പോസിറ്റിവിറ്റിയാണ് പ്രഗ്നൻസി കിട്ടുന്നത്. അതെ, ടേക്ക് ഹോം ബേബി റേറ്റ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രഗ്നൻ്റായി അബോർഷൻ ആവുന്ന ഒരു കാര്യമല്ല, അപ്പം നല്ല സ്പേമും എഗ്ഗും ആയിരിക്കത്തില്ല. ടേക്ക് ഹോം ബേബി റേറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി 30 എന്ന് വെച്ചാൽ അത് നല്ലൊരു കുട്ടിയായി പ്രസവിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ബേബിയായി കൊണ്ടുപോകുന്നവർ ഓൺലി 30%. ഓക്കെ, പിന്നെ പ്രഗ്നൻസി ആയി കുറച്ച് ഹോർമോൺ കൂടി എന്നിട്ട് പിന്നെ അബോർഷൻ ആയി എന്നൊക്കെ പറയണോണ്ട് കാര്യമില്ല. പ്രഗ്നൻ്റ് ആയി എന്ന് പറയണില്ല, ടേക്ക് ഹോം ബേബി, അത് ബേബിയായി കൊണ്ടുപോകുന്നുണ്ട്. ഡോക്ടർ, ഈ IVF ട്രീറ്റ്മെന്റ് വളരെ വൈഡ്ലി ഇവിടെ ചെയ്യുന്നു എന്ന് പറയില്ലേ, അതിന്റെ ഒരു സക്സസ് റേറ്റ് പൊതുവെ WHO ഒരു റേറ്റ് ഉണ്ട്, അത് 30 to 33. ഏറ്റവും നല്ല ലാബ് ഇസ് ഇൻ USA, അത് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 32%. 70% ഫെയിലിയേഴ്സ്. അതായത് നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, നമ്മൾ പോയി ചെയ്ത 70% നമുക്ക് ആകാതിരിക്കാനും 30% ആകാനുള്ള പോസിബിലിറ്റി. ഇത് അറിഞ്ഞ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഡോക്ടർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റി. ആരാണ്? രശ്മി എന്നാണ് പേര്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? വട്ടിയൂർക്കാവ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളോടൊപ്പം ഡോക്ടറുണ്ട്, സംസാരിച്ചു. ഹലോ 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 ഡോക്ടർ. ഹലോ. എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം പുള്ളിക്കാരിക്ക് ഇപ്പം 30 വയസ്സുണ്ട്. അപ്പം ഇപ്പൊ 5 വർഷമായിട്ട് അവര് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് വേണ്ട ഒരു ഇത് ചെയ്താൽ മതിയോ, അതോ ഇപ്പോഴേ നമ്മൾ ടെസ്റ്റ് എന്തെങ്കിലും ചെയ്ത് സേഫ് ആക്കി അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു കാര്യം കൂടെ ഉണ്ട്, യു ഷുഡ് ടെൽ ദം, അമ്മയുടെ ഏജ് കൂടുന്തോറും യുനോ ലൈക്ക് മദറിൻ്റെ ഏജ് ഹയർ ആവും തോറും പെൺകുട്ടിയുടെ പ്രഗ്നൻസി നോർമലായിട്ടുള്ള ഹെൽത്തി പ്രഗ്നൻസി റേറ്റ്സ് കുറഞ്ഞു വരും. ആസ് 30ക്ക് ശേഷം അങ്ങോട്ട് കുറയുകയാണത്. സോ അതൊരു കാര്യം. സെക്കൻഡ് തിങ് വന്നിട്ട് ഈ കുട്ടികൾക്ക് അംഗവൈകല്യം, അനോമലീസ്, പല ഓർഗൻ പ്രശ്നങ്ങൾ, കൈയിൻ്റെയും കാലിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഡൗൺ സിൻഡ്രോം പോലുള്ളതൊക്കെ അമ്മയുടെ ഏജ് കൂടുമ്പോൾ ഫസ്റ്റ് ബേബിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഫസ്റ്റ് ചൈൽഡ് ഒരു 30-കകത്ത് ഉണ്ടാവുക, അറ്റ്ലീസ്റ്റ് അറ്റ് 30 ഉണ്ടാവുക. പിന്നെ ഉള്ളത് എപ്പോൾ വേണമെങ്കിലും അവർ സ്പേസ് ചെയ്തോട്ടെ. ദാറ്റ് ഇസ് സോ വാട്ട് ഐ ക്യാൻ അഡ്വൈസർ ഇസ് ഷെറ്റ് ടേക്ക് 1 year or more ആൻഡ് ദെൻ ഹാവ് എ ബേബി. പ്ലാൻ ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് വേണോ വേണ്ടേ, പിന്നെ ഉള്ളത് വേണോ വേണ്ടേ എന്നുള്ള ഒരു കുട്ടിയെങ്കിലും വേണം എന്നുള്ളതുണ്ടെങ്കിൽ ഇനി ഒരു 1 yearനകത്തെങ്കിലും അവർ ട്രൈ ചെയ്യണം. സോ ദാറ്റ് അത് മാത്രമല്ല, 2 പേരും പോയി ചെക്ക് ചെയ്ത് സ്പേസ് ചെയ്യുന്നതിന് മുമ്പേ ചെക്ക് ചെയ്യണം, നോർമലാണോ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെ 1 year ആവും. 1 year കഴിഞ്ഞേ ട്രൈ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പലരും ചെയ്യുന്ന ഒരു തെറ്റിതാണ്, അവർ നമുക്ക് സ്പേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2 പേരും വന്നിട്ട് മാരീഡായിട്ട് 3 വർഷം കഴിഞ്ഞ് കുട്ടികൾ വേണ്ടെന്ന് ഇതുപോലെ മിനിമം 2 years എങ്കിലും എല്ലാവരും വിചാരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. സോ കരിയർ അങ്ങനെയൊക്കെ പ്രോബ്ലംസ് അവർക്കുണ്ടാവുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ചെക്ക്. അപ്പോൾ പോയി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആകൂല. അപ്പോഴാണ് മനസ്സിലാവുന്നത് 2 പേർക്കും ഇങ്ങനെ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് പിന്നെയും 1 വർഷം ട്രീറ്റ്മെൻറ്റ് വേണം. ഇത് ആദ്യമേ ചെക്ക് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 90% എങ്കിലും 2 പേരും നോർമൽ ആണെങ്കിൽ ശരി, 1 വർഷത്തെ സ്പേസിങ് കഴിഞ്ഞിട്ട് പിന്നെ ദേ ക്യാൻ ഗോ ഫോർ ദിസ് ഫസ്റ്റ് ചൈൽഡ് ഓർ സെക്കൻഡ് ചൈൽഡിന് പിന്നെ വേണമെങ്കിൽ മതി അങ്ങനെ. സോ അതേപോലെ ഈ ചെക്ക് ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ല. ലാസ്റ്റ് മിനിറ്റിൽ ട്രൈ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. 2 പേരും എല്ലാ ചെക്കപ്സും ചെയ്ത് വെച്ചേക്കണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെക്കപ്പൊക്കെ ചെയ്ത് 90% എങ്കിലും 2 പേരും നോർമൽ ആണെങ്കിൽ 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് ലെറ്റ് ദം ട്രൈ. അതല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ 1 വർഷത്തിനകത്ത് ട്രീറ്റ്മെൻറ്റ് നടക്കുകയും ചെയ്യും, അവരുടെ സ്പേസിങ്ങും നടക്കും. സോ ദാറ്റ് ഈസ് ദ അഡ്വൈസ് ഐ ക്യാൻ ഗിവ് ടു എ ഗേൾ ഹു ഈസ് 30 years മാരീഡ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഒരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ? വേഗം ചോദിക്കണം. ഈ ഇൻഫെർട്ടിലിറ്റി നമ്മളിപ്പം ഈ സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേഡീസിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്ത് സൈഡ് ഇഫക്റ്റ്? ട്യൂബിനെ കെട്ടി വെക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ എന്താണ്? സിമ്പിൾ, വെരി സിമ്പിൾ പ്രൊസീജിയർ. ക്യാമ്പിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ്. സ്റ്റെറിലൈസേഷൻ ക്യാമ്പ്സ് ഒക്കെ ഉണ്ട് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ. സോ ഒരു ചെറിയ അനസ്തീസിയയിൽ യു ജസ്റ്റ് ലോക്കലിൽ തന്നെ ട്യൂബ് എടുത്ത് ട്യൂബിനെ കെട്ടി വെക്കുക, ദാറ്റ്സ് ഓൾ. പ്രഗ്നൻസിയിൽ ആ ട്യൂബിനെ മാത്രം കെട്ടിവെച്ചാൽ മതി. ട്യൂബിലാണ് കുട്ടി ഉണ്ടാവുന്നത്. സോ ദറ്റ് ഈസ് ദ ഓൺലി തിങ്. ട്യൂബൽ സ്റ്റെറിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മെൻ ചെയ്യാത്തത് എന്തുകൊണ്ട്? നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ കേരളത്തിലെ എത്ര പെണ്ണ് CM ഉണ്ട്? സ്ത്രീകൾ ആരെങ്കിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടോ?
സോ ബേസിക്കലി നമുക്ക് കുറച്ച് ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട്. പ്രൊമോഷൻ വേണ്ട അത് വേണം, തീർച്ചയായിട്ടും വേണം. ബട്ട് ആർ മെൻ റെഡി? ഐ ഡോണ്ട് നോ. മെൻ റെഡി ആണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ബിക്കോസ് വാസക്ടമി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്ത്രീയെ തന്നെ എല്ലാ പ്രശ്നങ്ങളും വി ആർ ഓൾ പ്രൊമോട്ടിങ് ദാറ്റ് വാസക്ടമി ചെയ്യുന്നതാണ് ഈസിയസ്റ്റ്. എല്ലാ അന്യായവും സ്ത്രീയുടെ പുറത്ത് തന്നെ വേണോ? പ്രസവ വേദന അവരനുഭവിക്കണം, സ്റ്റെറിലൈസേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ആൺകുട്ടികളെ വളർത്തുമ്പോഴേ ഇതൊക്കെ റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് വേണം വളർത്താൻ. രണ്ടുപേരും ഈക്വൽ ഇത് റെസ്പോൺസിബിലിറ്റി എടുക്കുക. എത്ര ആണുങ്ങൾ ചെയ്യാൻ റെഡിയാവുന്നു? ഡേറ്റിംഗ് അതോടുകൂടി ആണത്വം പോയി. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരു മെഡിക്കൽ ആസ്പെക്റ്റ് അല്ലാതെ ഒരു ലോജിക് ഇല്ലാത്ത സംസാരമാണ് ഇവിടെ നടക്കുന്നത്. ദാറ്റ്സ് വൈ ദിസ് മെൻ ഡോണ്ട് ഡു. ഓ അതോടെ പുരുഷത്വം പോകും എന്നൊക്കെ പറഞ്ഞ് വല്ല 2 ഫ്രണ്ട്സ് പറഞ്ഞു കൊടുത്താൽ ചെയ്യണമെന്നും വേണ്ടെന്ന് പറഞ്ഞു ഓടി. മനസ്സിലായില്ലേ? ഈ കേരളത്തിലേ ഉള്ളൂ. ഔട്ട്സൈഡ് ഒക്കെ വി ഹാവ് വാസക്ടമി ക്യാമ്പ്സ് ഓൾസോ. യു ഗോ ടു വാസക്ടമി ഈസ് 100% പ്രൊമോട്ടഡ്. ഞാനിപ്പോൾ കപ്പിൾ ട്രീറ്റ്മെന്റ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. ഐ വിൽ നെവർ ആസ്ക് ദ ഗേൾ ഓൺലി ടു ടേക്ക് ട്രീറ്റ്മെന്റ്. എന്തിനാണ്? മേ ബി ഹീ ഈസ് നോട്ട് ഹാവിങ് ദി 70% പ്രോബ്ലം. എന്നിട്ട് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടും. അമ്മയും അമ്മായിയമ്മയും എല്ലാവരും കൂടെ പെൺകുട്ടിയെ കൊണ്ടുവരും. ഇറ്റ് ഈസ് നോട്ട് എ ഫീമെയിൽ പ്രോബ്ലം, ഇറ്റ് ഈസ് എ കപ്പിൾ പ്രോബ്ലം. ഇൻഫെർട്ടിലിറ്റി, ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു പുട്ട് ഇറ്റ് ഹിയർ. ഞാൻ 2 പേരും വരാതെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല. കാര്യം വെച്ചാൽ പല ആണുങ്ങളുണ്ട് അവളുടെ എല്ലാം കഴിയട്ടെ എന്നിട്ട് അതെന്താണ് അവളുടെ ആസ് ഇഫ് ഷീ ഈസ് ദ ഓൺലി വൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ നോട്ട് ഹാവിങ് എ പ്രഗ്നൻറ്റ്. അത് അവർക്ക് പീരിയഡ്സ് വരുന്നു എന്നുള്ള പ്രശ്നം കൊണ്ടാണോ? Nahi, nothing at all. We will be promoting and yes, vasectomy should be done. നല്ല ആണുങ്ങൾ അവരെ ഭാര്യയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ വേദനയും ഭാര്യയ്ക്ക് കൊടുക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. ഇറ്റ് ഈസ് ഒരു പ്രൈവറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഓരോരോ ആളിലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര പേര് വാസക്ടമി ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. Okay, thank you. Thanks for calling. Doctor, നമുക്ക് അടുത്ത nice thing, no? What she said was a very good thing socially. ഞാൻ എപ്പോഴും ആലോചിക്കും, why couldn't they do vasectomy? എല്ലാം ചെയ്തിട്ട് പ്രസവവും കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും പോയി ലാപ്രോസ്കോപ്പിയിലാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്നത്. ആസ് എ ഫീമെയിൽ ഈസ് ഓൺലി ഇത് എന്നുള്ള പോലെ നോട്ട് റൈറ്റ്. ഡോക്ടർ, നമ്മൾ ഇപ്പം ഈ PCOD പോലുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഡയറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. മറ്റു കാര്യങ്ങൾ പെൺകുട്ടികളിൽ 3 കാര്യങ്ങൾ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് PCOD. അത് ചെറുപ്പത്തിലേ കണ്ടുപിടിച്ച് പീരിയഡ്സ് വരുന്നേ ഇല്ല, മാസങ്ങളോളം വരുന്നില്ല, അല്ലെങ്കിൽ ലേറ്റായിട്ട് വരുമ്പം ഉള്ള ബ്ലീഡിങ്ങും ഇതുമൊക്കെ നല്ല പെയിനും ഒക്കെ ഉണ്ടാവുന്നു. സോ PCOD കണ്ടുപിടിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അത് ഒരു ഹോർമോണിൻ്റെ പ്രശ്നമാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാനും പറ്റും. അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് അധികം പ്രഗ്നൻസി നമ്മൾ പണ്ടേ പറഞ്ഞു കൊടുക്കുന്നതാണ്, പ്രഗ്നൻസി ഡിലേ ചെയ്യാതെ നമ്മൾ ഓവുലേഷനൊക്കെ കുറച്ച് കൂടാനുള്ള, ഓവുലേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിലുള്ള പ്രശ്നം. എഗ്സ് വെളിയിൽ വരുന്നില്ല, അത് സിസ്റ്റായി മാറുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ എഗ്സ് വരുത്താനുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്ത് 100%ഉം ഇത് അതിന് IVF അങ്ങനത്തെ വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. PCOD ആദ്യമേ പെൺകുട്ടികളുടെ പീരിയഡ്സ് ഒന്ന് തെറ്റി വരുമ്പോൾ ആദ്യമേ ഡോക്ടേഴ്സ് ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിനെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പ്രിവെൻഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് വന്നു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അവർ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് PCOD ഉണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ എന്തോ വലിയ ഹാർട്ട് ഡിസീസ് മറച്ചു വെച്ച പോലെ വീട്ടുകാർ ബിഹേവ് ചെയ്യും. വലിയ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിട്ട് ഒരു പെണ്ണിനെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചു. വാട്ട് ഓൾ ഈ ലൈക്ക് ഒരു സൈഡിൽ നോക്കിയാൽ ഇപ്പോൾ സ്ത്രീകൾ ഭയങ്കര പഠിത്തമുണ്ട്, നല്ല വെൽ ഇൻഫോംഡ് ആണ്, ഭയങ്കര മോഡേൺ ആൻഡ് ട്രഡീഷണൽ എല്ലാം ഉണ്ട്. ഒരു സൈഡിൽ നോക്കിയാൽ ഭയങ്കര ലോജിക്കേ ഇല്ലാതെ ഈവൻ വിത്ത് എഡ്യൂക്കേഷൻ ഇതുപോലെ സംസാരിക്കുന്നവർ. എന്ത് പ്രഗ്നൻസി പ്രോബ്ലം വന്നാലും, പ്രഗ്നൻസി ആയില്ല, ഫെർട്ടിലിറ്റി ഇല്ല, ഇൻഫെർട്ടിലിറ്റിയാണ്, വന്ധ്യത, എന്ത് വന്നാലും ആദ്യം എല്ലാവരും കൂടെ ആ വീട്ടിലെ ഒരു കൂട്ടമായിട്ട് 2-3 സ്ത്രീകൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരും. ആസ് ഇഫ് ഷീ ഈ കൾപ്രിറ്റിനെ കൊണ്ടുവരും പോലെ. പോലീസുകാരിങ്ങനെ പിടിച്ചോണ്ട് പോകില്ലേ ഖൈദീനെ, അതുമാതിരി പിടിച്ചോണ്ട് വരും. എന്തിനാണ്? ആസ് ഇഫ് ഷീ ഈസ് ദ പീരിയഡ്സ് കുറച്ച് തെറ്റി വരും. ഇത് അമ്മയും അച്ഛനും നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മുസിബത്ത് വരുവേയില്ല. ഈ പറഞ്ഞ പോലെ വൈ ഗോ ആൻഡ് ഗെറ്റ്, എന്തൊക്കെ പറഞ്ഞാലും മദർ ആൻഡ് ഫാദർ ആർ ഡിഫറെൻറ്റ്.
ഇൻലോസ് എന്ന് പറയുന്നവർ യു ആർ ആൻ ഔട്ട്സൈഡർ, പിന്നെ നമ്മൾ ഇൻസൈഡർ ആവും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഫാമിലി ആയിട്ട്. പക്ഷെ ആദ്യം വരുന്നത് ഈ കുട്ടി ഇല്ലെന്ന് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മളുമായിട്ട് ഇവർക്ക് അത്ര ഇതൊന്നും കണ്ട. അപ്പോൾ അവരെന്താ പറയണത്, ഈ പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നം, ഉടനെ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ PCOD അത് കുട്ടി ഉണ്ടാവാതിരിക്കുന്ന അസുഖമാണ്, അതോടുകൂടിയാണ് നമുക്ക് അറിയാതെ കല്യാണം കഴിച്ചു എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് തന്നെ പറയണ. ഈ പയ്യൻ്റെ മദർ വിൽ ബി വെരി മച്ച് ഇൻ ദാറ്റ്. അങ്ങനെയുള്ള മദർ ഇൻ ലോസ് ഉണ്ട് കേട്ടോ, സീരിയൽ മദർ ഇൻ ലോസ്. എന്നിട്ട് അത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞില്ല ഡോക്ടറെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ എന്തിനാണ് ഇതിനൊക്കെ വഴി വയ്ക്കുന്നത്? വാട്ട് ഈസ് ഈസ് നമ്മളെ പെൺകുട്ടി എവിടെയെങ്കിലും പോയിട്ട് അവർ പറയുമ്പോൾ പെൺകുട്ടി മഹാലക്ഷ്മിയെ പോലെയാണെന്ന് പറയും, നമ്മൾ കാല് പോലും തൊടാൻ സമ്മതിക്കത്തില്ല. സോ യു ഹാവ് ടു ട്രീറ്റ് യുവർ ഗേൾ ചിൽഡ്രൻ ലൈക്ക് എ പ്രഷ്യസ് തിങ്, പ്രഷ്യസ്, നമ്മുടെ ഒരു ഏഞ്ചലാണത്. സോ അങ്ങനെ വിചാരിക്കണം. അത് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 അടിയും കൊടുത്ത് വീട്ടിൽ ഇട്ടേക്കാനുള്ള സാധനമൊന്നുമല്ലത്. ഷീ ഈസ് ദ വൺ ഹു ഫൈനലി വിൽ ഹാവ് സം ഫീലിങ്സ് ഫോർ യു. കുറച്ചെങ്കിലും ഇല്ലാത്ത പെൺകുട്ടികളുണ്ട് ഇന്നിപ്പോൾ എല്ലാം. ഇപ്പോൾ എല്ലാ കുട്ടികളും ഓപ്പർച്യൂണിസ്റ്റിക്കാണ്. എൻ്റെ കാര്യം എൻ്റെ ഇത് അങ്ങനെ സെൽഫി ആയിപ്പോയി എല്ലാവരും. സെൽഫി കൂടിയതോടെ സെൽഫി ആയിപ്പോയി എല്ലാവരും. ഞാൻ അത്രേ ഉള്ളൂ. ബട്ട് യൂഷ്വലി വെൻ ഗേൾസ് വെർ ദെയർ, ഗേൾസിന് നമുക്ക് വന്നിട്ട് അവർക്ക് പീരിയഡ്സ് എല്ലാം നോർമലാണോ, ഇതൊക്കെ ഒരു അമ്മയുടെ കടമയാണ്. വെറുതെ വളർത്തി ഒരു 8 ട്യൂഷന് വിട്ടത് കൊണ്ടൊന്നും ആയില്ല. വാട്ട് എവർ ഷീ സ്റ്റഡീസ് ഉണ്ട്, കുറച്ച് ലൈഫിൻ്റെ കാര്യം കൂടെ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ അമ്മ ചോദിക്കണം. പീരിയഡ്സ് ഉണ്ടാകുന്നുണ്ടോ, എത്ര പാഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം, സോ ഓവർ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടോ, ടൈം ടു ടൈം എങ്കിലും ബേബി ആ കുട്ടിക്ക് ഇത് പീരിയഡ്സ് ആയതിനു ശേഷം വല്ലപ്പോഴും ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഒരു സ്കാന്, ഒരു ബ്ലഡ് ചെക്കപ്പ്, അത്യാവശ്യം ഹോർമോൺസ് ഒക്കെ നോർമലാണോ, എല്ലാം നോർമലാണോ, ഒരു ആരോഗ്യം ചെക്കപ്പ് ചെയ്യണതിൽ എന്താ തെറ്റ്? ആൻഡ് വെൻ ഇറ്റ് ഈസ് എ ഫീമെയിൽ ബേസ്ഡ് ചെക്കപ്പ് ആകുമ്പോൾ ഗൈനക്ക് തന്നെ അല്ലേ ഈ ചെക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഒരു സ്കാൻ ചെയ്യുന്നത് ഒന്നുമേ ചെയ്യണില്ല, അവർ വയറ് വഴി ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ കല്യാണം കഴിക്കാത്ത കുട്ടിയൊക്കെ. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ? 15 മിനിറ്റ്സ് പോലും എടുക്കത്തില്ല. സോ ഇത് ചെയ്താൽ PCOD കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രശ്നമേ വരുന്നില്ല. കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു രീതിയിലും ആൺവീട്ടുകാർ ഈ പെൺകുട്ടിയെ ഇത് ചെയ്യാൻ പോണില്ല. അത് ഒരു കാര്യം, മാക്സിമം ഉള്ള കാര്യം അതാണ്. 10ൽ 8 അതാണ്. ഇനി 10ൽ 5 വരുന്ന കാര്യം പറയാം, എൻഡോമെട്രിയോസിസ്. 10 പേരുണ്ടെങ്കിൽ 5 പേർക്ക് എൻഡോമെട്രിയോസിസ്. എന്തെന്ന് വെച്ചാൽ വാട്ട് ഈസ് എൻഡോമെട്രിയോസിസ്? ശരിക്കും ഈ ഓവറിയിൽ വന്നിട്ട് അതെ ശരിക്കും എങ്ങനെ ആദ്യം പ്രസൻറ്റ് ചെയ്യുന്നത്, ഭയങ്കര പെയിനും സഹിക്കാൻ വയ്യാത്ത പെയിൻ കൊണ്ട് കുട്ടി കറങ്ങി വീഴുക, കുട്ടിക്ക് വന്നിട്ട് ഓവർ ബ്ലീഡിങ് വന്നിട്ട് മാറി മാറി പാഡ്സ് വെച്ചുകൊണ്ടിരിക്കുക, ആൻഡ് വേദന കാരണം കറങ്ങി വീണ് എല്ലാ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവരും, കോളേജിൽ നിന്ന് കൊണ്ടുവരും, എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് വേദന കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ വേദനയുടെ മരുന്ന് 7, 8 ഒക്കെ കഴിക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഇന്നാളൊരു കുട്ടി പറയുന്നത് 8 എണ്ണം വരെ ഞാൻ കഴിക്കാറുണ്ട്. ഏതോ ഒരു ഡോക്ടർ പണ്ട് എഴുതി കൊടുത്ത മരുന്ന്. ബിക്കോസ് വാട്ട് ക്യാൻ ഷീ ഡു? ഹർ മദർ ഇസ് നോട്ട് സനം. ഇതെല്ലാം കുറേ ഇതുപോലെ ഏതോ ഒരു ടോക്ക് കേട്ടതിന് ശേഷമാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോഴവർ മനസ്സിലാക്കുന്നത് ഈ ആദ്യത്തെ വേദനയുണ്ടല്ലോ, പീരിയഡ് ടൈമിലെ വേദന, അത് പിന്നെ ഈ ഭയങ്കരമായ ഈ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു വൻ കാരണമായിട്ട് മാറും. PCOD ഈസ് മോർ ഈസി ടു ട്രീറ്റ്. പക്ഷേ ഈ വേദനയും പെയിനും ഓവർ ബ്ലീഡിങ്ങും വരുന്ന എൻഡോമെട്രിയോസിസ് ഉണ്ടല്ലോ, അത് എന്തെന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിൽ IVF അല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതെത്തും. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഒരു ഓവറി, ഏതെങ്കിലും ഓവറിയിൽ ഒരു ചെറിയ ബലൂൺ പോലത്തെ ഒരു സംഭവം സിസ്റ്റായിട്ട് തുടങ്ങും. അതിനകത്ത് ബ്ലഡ് വീണുകൊണ്ടിരിക്കും. ഓരോ പീരിയഡ് സമയത്തും അനാവശ്യമായിട്ട് ആ ബലൂൺ പോലത്തെ സാധനത്തിനകത്ത് ബ്ലഡ് വീണ് അത് ഓരോ മാസം തോറും വലുതായി സിസ്റ്റായിട്ട് മാറും. അപ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് എന്ന് പറയും, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് സാധാരണക്കാർ പറയും. സോ ഭയങ്കര പെയിൻ ആയിരിക്കും പീരിയഡ് ടൈമിൽ. പക്ഷേ അത് സ്കാൻ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ പെയിനുള്ള ഇഞ്ചക്ഷൻസും പെയിൻ കില്ലേഴ്സും കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് 4 ദിവസത്തിൽ മാറിയോണ്ട് കാര്യമായോ? ഇല്ല. അങ്ങനെയാണ് നമ്മളെ കുട്ടികളെ വഷളായി അവസാനം IVF അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടീനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആക്കിയിട്ട് വേണം നമ്മൾ വിടാൻ, അല്ലേ? ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പേ സ്വർണം കരുതും പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്തിന് അതിന് മുമ്പേ കരുതണം. ഇറ്റ്സ് മോർ ഓഫ് എ വെൽത്ത് ദാൻ ഓൾ ദിസ്. ഇതില്ലെങ്കിൽ പിന്നെ എത്ര ചീത്ത, ചുമ്മാ വെറുതെ ഒരു വീട്ടിൽ പോയിട്ട് ഷീ ഈസ് ദ കോസ് ഫോർ എവറിത്തിങ് എന്ന് കേൾക്കേണ്ടി വരും. ഇൻഫാക്ട് ചിലപ്പോൾ ആ പയ്യന് സെമൻ കൗണ്ടൊക്കെ നോർമലും ഈ കുട്ടിക്ക് എൻഡോമെട്രിയോസിസ് നോക്കാതെ വിട്ട് ഇവർ കല്യാണത്തിന് മുമ്പേ പെയിനൊക്കെ പ്രോബ്ലം ഇല്ലാന്ന് വിടും. ബട്ട് നോക്കിയാൽ നമുക്ക് ഈ സിസ്റ്റ് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പോയി
ചില സമയത്ത് ഈ സിസ്റ്റ് പൊട്ടിയിട്ട് എമർജൻസി ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര ജീവന് അപകടമായിട്ടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരുണ്ട്. ഒരിക്കലുമേ സ്കാൻ ചെയ്ത് ഇത് പൊട്ടുകയോ ഇത് തിരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എമർജൻസി, ചിലപ്പോൾ ആ ഓവറി തന്നെ എടുത്ത് മാറ്റേണ്ടി വരും. സോ ഒരു ബേസിക് ഒരു വർഷത്തിലൊരു സ്കാന് ഒരു 15 വയസ്സുള്ള കുട്ടികൾക്ക് വർഷത്തിൽ ഒരെണ്ണം മതി ഒന്ന് ചെയ്യുക. പെയിൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താണെന്നൊരു ഡോക്ടറെ കാണിച്ചൊരു സ്കാൻ ഏത് ഏജ് ഗ്രൂപ്പ് മുതലുള്ളവർ സ്കാൻ എപ്പോൾ പീരിയഡ്സ് തുടങ്ങണോ അപ്പോൾ തൊട്ട് അതാണ് അവളൊരു പെണ്ണാണ്, കുട്ടിയിൽ നിന്ന് പെണ്ണായി മാറിയത്. സോ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാവാം, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം ഈ ഹോർമോണൽ പ്രോബ്ലംസും ഇതുമൊക്കെ. സോ അതിൽ ഏറ്റവും ഫസ്റ്റ് ഈ ഭയങ്കര പെയിനുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരെല്ലാം ഓവർലുക്ക് ചെയ്യാണ്, വീട്ടുകാർ കൊണ്ടുപോയി സ്കാൻ ചെയ്യിപ്പിക്കില്ല. അവരാണ് എന്നിട്ട് ഈ എൻഡോമെട്രിയസ് എന്ത് പറ്റുമെന്ന് വിചാരിക്കുക, എല്ലായിടത്തും ബ്ലഡ് പിന്നെ വീഴാൻ തുടങ്ങും. ആ ഓവറിക്കകത്തുള്ള ബലൂൺ മാത്രമല്ല, ഈ വയറിൻ്റെ അതാത് പാർട്ടുകളിൽ കുടൽ ഭാഗം എല്ലാം വന്നിട്ട് യൂട്രസുമായിട്ട് ഒട്ടും. യൂട്രസിനകത്ത് ഈ അഡിനോമയോസിസ് എന്ന് പറയുന്ന കൊച്ചു രക്തക്കട്ടകളും അതിൽ ചെറിയ ചെറിയ അൾസേഴ്സ് പോലെ ഫോം ചെയ്യും. അതിലൊക്കെ വന്ന് ഈ കുടൽ ഭാഗമൊക്കെ ഒട്ടി. ഐ കാൺട്ട് ഈവൻ ഇമാജിൻ. നമ്മൾ ഈ ക്യാമറ ഇടുമല്ലോ ലാപ്രോസ്കോപ്പിൽ, സത്യം പറഞ്ഞാൽ ചിലരുടെ ഇത് ഒന്നുമേ കാണാൻ പറ്റത്തില്ല. എല്ലാ കുടൽ ഭാഗവും അതും ഇതും ഒക്കെ യൂട്രസുമായിട്ട് വന്ന് ഇരുന്ന് ഓവറി ട്യൂബ് എല്ലാം കൂടെ ഈ ബ്ലഡ് എവിടെ വീണാലും ഒട്ടിപ്പിടിക്കും. അത് യൂട്രസിൻ്റെ പുറത്ത് വയറിനകത്ത് വീഴുന്നതാണ് എൻഡോമെട്രിയോസിസ്. അപ്പോൾ അത് ഈ അഡിനോമയോസിസും അത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് ടോട്ടലി ഒരു ഗോളം, യൂട്രസിനെ കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ, ദാറ്റ് ഈസ് സിവിയർ സ്റ്റേജ് ഓഫ് എൻഡോമെട്രിയോസിസ്. അതുവരെ വിടണമെങ്കിൽ എത്ര മാസം എത്ര വർഷത്തെ പെയിൻ ആ കുട്ടി അനുഭവിച്ചിരിക്കണം. ദാറ്റ് ഈസ് വൺ പ്രോബ്ലം. വിൽ ഹാവ് ടു ഫസ്റ്റ് തന്നെ പെയിൻ ഉണ്ടെങ്കിൽ ആദ്യം കറക്റ്റ് ചെയ്യണം. ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം തീരുകയാണ്. സോ ഇതിൻ്റെ കൂടെ ഒരു ഇൻഫെക്ഷൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ദാറ്റ് ഈസ് ദ തേർഡ് റീസൺ. സോ ഒരു കാര്യം മനസ്സിലാക്കുക, കുട്ടികളുണ്ടായില്ലെന്ന് ഓടിക്കൊണ്ട് പോയി IVF-ലല്ല പോയി ചാടി വീഴേണ്ടത്. അത് 30% സാധ്യതയുള്ളൂ, ആവശ്യവും ഇല്ല. ഒരു കുട്ടിക്ക് ട്യൂബ് നന്നായിരിക്കുന്നു, നല്ല ഈ PCOD-ക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് എഗ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിന് IVF ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി നല്ലോണം ഫുഡിൻ്റെ കൺട്രോൾ, വെയിറ്റ് കൺട്രോൾ. പിന്നെ എനിക്ക് ഏറ്റവും നല്ല ഇത് കിട്ടാൻ തുടങ്ങിയത് ആഫ്റ്റർ ഈ കപ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട്. അതിനുശേഷം ഐ വാസ് വെരി സ്ട്രിക്റ്റ്. മെയിൽസിനെയും നമ്മൾ സെമൻ അനാലിസിസ് ചെയ്യും. അവർക്ക് ഒരൊറ്റ ടെസ്റ്റേ ഉള്ളൂ. ആദ്യം സെമൻ അനാലിസിസ് ചെയ്ത് നോക്കിയാൽ വളരെ കുറവ് സ്പെർംസ് ആണെങ്കിൽ പിന്നെ ഹോർമോൺസ് ചെയ്ത് നോക്കും. അവർക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 3-6 മാസത്തിനകത്ത് അവരുടെ സെമൻ കൗണ്ട് നന്നായിട്ട് കൂടും. സോ ഇതെല്ലാം മെഡിസിൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെ വന്നിട്ട് യൂട്രസ് മാറ്റാതെയാണ് ഈ ചികിത്സകൾ ഇനി ചെയ്യേണ്ടത്, മുഴയ്ക്കും ഇതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ വേറൊരു ബിസിനസ് റാക്കറ്റിനെ ബസ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ദിസ് IVF. അനാവശ്യമായിട്ടാണ് 90% പേർക്കും ചെയ്യുന്നത്. വിതൗട്ട് അവർക്ക് ഇതുപോലും നോളജ് ഇല്ല. ദാറ്റ് ഈസ് ചെയ്താൽ 70% ആകാതിരിക്കാനും 30% വേൾഡ് വൈഡ് ഉള്ള റേറ്റ്സ് ഇതുവരെ അത്രേ വന്നിട്ടുള്ളൂ. 70% ആവില്ല. അപ്പം നമ്മൾ ഏത് സൈഡിലാണ് നിൽക്കുന്നത്, ആകത്തില്ല എന്നുള്ള സൈഡിൽ നമ്മളൊരു സൈഡിൽ നിൽക്കുകയാണ്. അതാണ് കൂടുതൽ നിൽക്കുന്നത്. ആകും എന്നുള്ളത് 30% ഉള്ളൂ. സൂപ്പർ മാർക്കറ്റിൽ പോയ ഉടനെ IVF ചെയ്ത പോലെ ബേബി എടുത്തുകൊണ്ട് വരാം, ടേക്ക് ഹോം ബേബി പോലെ, ടേക്ക് ഹോം മീൽസ് പോലെ എന്നാണ് ഇവിടെ പലരും വിചാരിച്ചിരിക്കുന്നത്. IVF ചെയ്താൽ ഉടനെ കുട്ടീനെ കിട്ടും. നോട്ട് അറ്റ് ഓൾ. IVF ചെയ്താൽ ഉടനെ കുട്ടീനെ കിട്ടില്ല. 30% ചാൻസസേ ഉള്ളൂ. ആക്ച്വലി നല്ല ട്രീറ്റ്മെൻറ്റ് ഒരു വർഷം സമാധാനമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട് ഇൻ ഇൻഫെർട്ടിലിറ്റി. ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ ടെൽ. മറ്റുള്ളവരെ പറ്റി എനിക്കറിയത്തില്ല. പക്ഷേ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അവരും ട്രീറ്റ്മെൻറ്റിൽ നല്ല കാര്യമായിട്ടിരിക്കണം. സോ ബീയിങ് എ മദർ ഈസ് എ ഗ്രേറ്റ് തിങ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. സോ അത് എല്ലാ പെൺകുട്ടികളിലും ആ ഒരു ഇത് വരണം. ദറ്റ് ഈസ് പ്രഗ്നൻസി ഈസ് എ മസ്റ്റ് എന്നല്ല, വേണ്ടാന്ന് വിചാരിക്കുന്നവർ വേണ്ടാന്ന് വിചാരിക്കുക. ഇറ്റ്സ് അപ് ടു ദം. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാം അവനവൻ്റെ ഡിസിഷൻസ് ആണ്. വെദർ യു ആർ നോട്ട് റെഡി ടു ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി, ഓക്കെ, ഡോണ്ട് ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി. വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ എത്രയോ പേര് പെറ്റ് പാരൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പട്ടികളെ മാത്രം വളർത്തുക, കുട്ടികളെ വളർത്താതെ പട്ടികളെ വളർത്തുക. പിന്നെ ഞാൻ തെറ്റായിട്ടല്ല പറയുന്ന, ആർക്ക് സ്നേഹം കൊടുക്കാൻ തോന്നുന്നു അവർക്ക് സ്നേഹം കൊടുക്കാൻ. വി ലവ് അവർ ചിൽഡ്രൻ, ദാറ്റ്സ് അനദർ തിങ്. അപ്പോൾ അതേപോലെ ലൈക്ക് ഇഫ് യു ഡോണ്ട് വാണ്ട്, ഓക്കെ ഫൈൻ. ഇഫ് യു വാണ്ട് ദെൻ യു ഹാവ് ടു ബി. വേണോ വേണ്ടയോ, ആരോഗ്യം നന്നായിരിക്കണമല്ലോ. സോ കല്യാണത്തിന് മുമ്പ് എൻഡോമെട്രിയോസിസ്, PCOD, ഇൻഫെക്ഷൻസ് ഇൻ ഗേൾസ് ഇത് പക്ക ട്രീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പല 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 പ്രശ്നങ്ങളും
വന്ന് വെറുതെ ആ പെൺകുട്ടി പോയി കേൾക്കുക. ആൺകുട്ടികളും അതേപോലെ കല്യാണത്തിന് മുമ്പേ ഒന്ന് സെമൻ ചെക്ക് ചെയ്തിരിക്കുക. പിന്നെ ലാസ്റ്റ് അവർക്കും ചീത്തപ്പേര് ഉണ്ടാവാമല്ലോ, ഇവിടുന്നും പറയാം. അതേപോലെ ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർ അങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങേർക്കാവില്ല എന്ന് പറഞ്ഞ എത്രയോ ലേഡീസ് ഉണ്ട്. സോ രണ്ട് സൈഡിലും രണ്ടുപേരും പെടുന്നുണ്ട്, ഇല്ല എന്നല്ല, ഇന്ന് എല്ലാവരും അതുപോലെയാണ്. സോ ഒരു സെമൻ അനാലിസിസ് ബിഫോർ മാരേജ് ചെയ്ത് നോക്കുന്നുണ്ട്. ബോയ്സിന് കുഴപ്പമില്ല, ദേ ഷുഡ് ഡു ഇറ്റ്. ബോയ്സ് ഓർ മെൻ, whoever. Now men only get married, boys never get married, right? So okay, so അതുകൊണ്ട് ഏജ് ഇങ്ങനെ പോയി വരില്ലേ, ഹയർ ദി ഏജ് ആണ് ഇപ്പം മാരേജ് എന്നൊരു കമ്മിറ്റ്മെന്റ്. സോ മെൻ ഹാവ് ടു ഡു സെമൻ അനാലിസിസ്. ഇത്രയും മെച്യൂരിറ്റി ഉള്ളവർക്ക് 300 രൂപയോ 400 രൂപയോ ഉള്ള ഒരു ടെസ്റ്റേ ഉള്ളൂ. യു ക്യാൻ ഗോ ആൻഡ് ഡു ഇറ്റ് ഇൻ എനി ലാബ് ആൻഡ് ഗെറ്റ് എ പ്രോപ്പർ റിസൾട്ട്. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. സാധാരണ നമ്മുടെ ആൻറ്റോക്സിഡൻസ്, വൈറ്റമിൻസ് അതുപോലത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റിലാണ് ഈ സെമൻ്റെ ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നത്. അത് അളവ് കൂടുന്നത്, അളവും മോട്ടിലിറ്റിയും കൂടുന്നത്. സോ ഇറ്റ്സ് ഓൾ വെരി സിമ്പിളായിട്ട് എടുത്താൽ വളരെ സിമ്പിൾ. പ്രിവെൻഷനിൽ കല്യാണത്തിന് മുമ്പേ ഇതൊക്കെ സിമ്പിളായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടി ഒരിടത്തും പോയി ഒരു ക്ലിനിക്കിലും ഒരിടത്തും നിൽക്കേണ്ട ആവശ്യമില്ല. സോ പ്ലീസ് കെയർ ഫോർ യുവർ ഗേൾ ചൈൽഡ്. ബിക്കോസ് നിങ്ങൾ കല്യാണത്തിന് കുട്ടീനെ റെഡിയാക്കും മുമ്പേ അവരുടെ ഗൈനക് ഹെൽത്ത് റെഡിയാക്കുക. ബിക്കോസ് മാരേജ് ഹാസ് സച്ച് എ റീസൺ ഓൾസോ. ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ള ഒരു റീസൺ കൂടി എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവും, ഒരു എക്സ്പെക്റ്റേഷൻ കൂടി ഉണ്ട്. സോ മേക്ക് യുവർ ഗേൾ ചൈൽഡ് ഓക്കെ ആൻഡ് ഹെൽത്തി ഫോർ ദാറ്റ്. അതെ. സോ അതേപോലെ ബോയ് ചൈൽഡിന് യു ഷുഡ് ട്രീറ്റ് ഹിം ടു ടീച്ച് ഹിം ടു റെസ്പെക്ട് ഹിസ് കൗണ്ടർ പാർട്ട്. ഫീമെയിൽസിനെ റെസ്പെക്ട് ചെയ്യാൻ എല്ലാ ആൺകുട്ടികൾക്കും അമ്മയാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ സഹോദരിയെ കയറി അടിക്കുമ്പോൾ ആ കുഴപ്പമില്ല, അവർ അടി കൂടട്ടെ, അങ്ങനെയല്ല. ഷീസ് യുവർ ഇതിൻ്റെ സിസ്റ്ററാണ്, യു ഷുഡ് നോട്ട് കൈവയ്ക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും ഇതുപോലെ തന്നെ കാണിക്കും, വീട്ടിൽ കാണിക്കുമ്പോൾ. സോ you have to be more careful with your boy children than your girl children എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഗേൾ ചിൽഡ്രന് നമ്മൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ, മെൻസസ് പ്രശ്നങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കരുത്. കുഴപ്പമുണ്ട്, വേദന ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേക്ക്, ഡോക്ടറിനെ കാണിച്ചിട്ട് അത് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയട്ടെ, അതല്ലേ നല്ലത്, നമ്മളായിട്ട് അസ്യൂം ചെയ്തു. സോ പ്ലീസ് എല്ലാ കുട്ടികളില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥന, അമ്മമാരാവാൻ പോകുന്നവർക്കും ആൻഡ് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന. പ്ലീസ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. അതിന് എന്നാൽ കഴിയുന്ന സഹായം എന്തുണ്ടെങ്കിലും ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ഫോർ യു. ആൻഡ് അറ്റ് ദ മാക്സിമം ക്ഷമയോടെ നമുക്ക് ശ്രമിച്ചാൽ നടക്കും. സോ ഓൾവേസ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് എ നൈസ് വീക്കെൻഡ്. താങ്ക് യു. ഫീൽ ദ മൊമെന്റ്സ് വിത്ത് ഡോക്ടർ സ്വീറ്റിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.